أعوذ بالله من الشيطان الرجيم. الحمد لله والصلاة والسلام على رسول الله نبينا محمد وعلى آله وصحبه أجمعين. أما بعد، اتقوا الله عباد الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. وما جعل عليكم في الدين من حرج ملة أبيكم إبراهيم وسماكم المسلمين. ബഹുമാനരായ സത്യവിശ്വാസികളെ, പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, ഇസ്ലാമിന്റെ കർമ്മശാസ്ത്ര സംബന്ധമായ വിഷയങ്ങളെ കുറിച്ചുള്ള ഒരു പഠന പരമ്പര, അതിലൂടെയാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉളു, കുളി, അതേപോലെ തന്നെ ഔറത്ത്, നവാഫത്ത്, തഹാറത്ത് പോലെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചായിരുന്നു നമ്മൾ ചർച്ച ചെയ്തിരുന്നത്. ഇന്നും ഇൻഷാ അല്ലാഹ് അതിനോടനുബന്ധമായി കൊണ്ട് തന്നെ ചില കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഞാൻ ആമുഖത്തിൽ ഓതി വെച്ച ആയത്ത് 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിന്റെ അവസാനത്തെ ആയത്തിലെ ഒരു ഗണ്ണികയാണ്. അവിടെ അല്ലാഹു തആല പറയുന്നു, വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജിൻ. അല്ലാഹു തആല നിങ്ങളുടെ മേൽ ഇറക്കി തന്നിട്ടുള്ള ദീന് അത് ഭാരമില്ലാത്ത ദീനാണ്. ഏത് കാലഘട്ടത്തിലും ഏത് സാഹചര്യത്തിലും നമുക്ക് ജീവിതത്തിൽ പകർത്താൻ കഴിയുന്ന മതമാണ് ഇസ്ലാം. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ ആയത്തിൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ ഉസ്അഹാ. ഓരോരുത്തരുടെയും പരിധി അനുസരിച്ചുകൊണ്ടല്ലാതെ അവരോട് കൽപ്പിക്കപ്പെടുകയില്ല. ഈ ആയത്തിലൂടെയെല്ലാം നമുക്ക് പണ്ഡിതന്മാര് മനസ്സിലാക്കി തരുന്നത്, ഇസ്ലാമിൽ ഒരുപാട് ഇളവുകൾ അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. ആ ഇളവുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പഠിപ്പിക്കപ്പെട്ടത് അത് പ്രമാണങ്ങളിൽ നിന്ന് നാം മനസ്സിലാക്കുകയും അതിനെ വിശദീകരിച്ചിട്ടുള്ള കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ വിശദീകരണങ്ങൾ നാം കേൾക്കുകയും അല്ലെങ്കിൽ പഠിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഏതൊരു കർമാനുഷ്ഠാനവും ഭാരമില്ലാതെ ലളിതമായി അതിന്റെ തർത്തീബ് അനുസരിച്ച് സുന്നത്ത് പ്രകാരം അത് ഇൻഷാ അല്ലാഹ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. പലപ്പോഴും ദീനിന്റെ നിയമങ്ങൾ ഭാരമായി വരുന്നതും അതേപോലെ തന്നെ അത് അനുഷ്ഠിക്കുമ്പോൾ തെറ്റായ രീതിയിലേക്കൊക്കെ പോകുന്നതിന്റെ കാരണം അറിവില്ലായ്മയാണ്. അപ്പൊ അറിവ് നേടണം, പഠിക്കണം. അതുകൊണ്ട് തന്നെ കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ ധാരാളം മസാലകൾ
നമുക്ക് പഠിക്കേണ്ടതുണ്ട്. നമസ്കാരത്തിന് വേണ്ടി വുളൂ ചെയ്ത് ഒരാള് അടുത്ത ഒരു നമസ്കാരത്തിന് വേണ്ടി വീണ്ടും വുളൂ ചെയ്യേണ്ടതുണ്ടോ? ഉണ്ടെങ്കിൽ അത് എന്തിനു വേണ്ടിയാണ്, എന്തുകൊണ്ടാണ്? അല്ല, വുളൂ ചെയ്യാതെ തന്നെ അടുത്ത നമസ്കാരവും നിർവഹിക്കാൻ പറ്റുമോ? പറ്റുമെങ്കിൽ അത് ഏത് രീതിയിൽ വുളൂ ചെയ്യുന്നവർക്കാണ്? ഇങ്ങനെയുള്ള മസാലകൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഇതിൽ മനസ്സിലാകുന്ന ഒരു കാര്യം, അഥവാ ഒരാള് വുളൂ ചെയ്ത് അയാളുടെ കാലിൽ ഷോക്സ് ധരിച്ചു. ആ ഷോക്സ് ധരിച്ചതിന് ശേഷം പിന്നീട് അടുത്ത നമസ്കാരത്തിന് വേണ്ടി അയാൾ വുളൂ ചെയ്യുമ്പോൾ അയാൾക്ക് ആ ഷോക്സ് അഴിക്കേണ്ടതില്ല, കാല് അഴിച്ചു കഴുകേണ്ട ആവശ്യമില്ല. മറിച്ച് ആ ഷോക്സിൽ തടവിയാൽ മതി. അതൊരു ഇളവാണ്. പല ആളുകൾക്കും ആ ഇളവ് അറിയാത്തത് കൊണ്ട് എന്ത് ചെയ്യും, വല്ലാതെ പ്രയാസപ്പെടും പല ആളുകൾ. അപ്പൊ വളരെ ലളിതമായി എങ്ങനെയാണ് ഷോക്സിൽ തടവേണ്ടത് എന്നും, നാട്ടിലുള്ള ആൾക്ക് എത്ര ദിവസം ആ ഷോക്സ് ഉപയോഗിക്കാം, യാത്ര ചെയ്യുന്ന ആൾക്ക് എങ്ങനെയാണ് അതിന്റെ ഇളവ്, ഇത് മുറിഞ്ഞു പോകുന്ന കാര്യം എപ്പോഴൊക്കെയാണ്, ഇതൊക്കെ വ്യക്തമായി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ വുളൂ ചെയ്തപ്പോൾ കാൽ കഴുകാനുള്ള അവസരമായ സമയമായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖാദിമായി മുഈറത്ത് ഇബ്നു ശുഐബ റളിയല്ലാഹു അൻഹു അടുത്ത് നിൽക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചു കൊടുക്കാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടൊക്കെ എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് അടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ അവയവവും കഴുകി കാല് കഴുകാനായപ്പോ ആ സ്വഹാബി എന്ത് ചെയ്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലിലേക്ക് വെള്ളം ഒഴിക്കാൻ വേണ്ടി ഇങ്ങനെ തയ്യാറായി നിന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കാലിൽ വെള്ളം ഒഴിക്കണ്ട, കാരണം എന്റെ കാലിൽ കുഫയുണ്ട്. കുഫ എന്ന് പറഞ്ഞാൽ ഷോക്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ താവുമ, അവരെ അത് രണ്ടിനെയും നീ വിട്ടാളാ, അത് ഊരേണ്ട ആവശ്യമില്ല. ഫഇന്നി അദ്ഖലഹു ത്വാഹിറത്തൈൻ, അത് രണ്ടും ഞാൻ കാലിലിട്ടത് ശുദ്ധിയോടുകൂടിയാണ്. എന്നാൽ വുളൂ എടുത്തതിന് ശേഷമാണ് ഞാൻ ആ കാലിൽ ഷോക്സ് ധരിച്ച് വീട്ടിൽ നിന്ന് പോകുന്നത്. അതുകൊണ്ട് ഇനി ഞാൻ വുളൂ എടുക്കുന്ന സമയത്ത് കാല് കഴുകേണ്ട ആവശ്യമില്ല, ഷോക്സ് അഴിച്ചിട്ട് കാല് കഴുകേണ്ട ആവശ്യമില്ല, മറിച്ച് അതുമ തടവിയാൽ മതി എന്ന അർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് ഫമസ അലൈഹിമ, അതിന്മേൽ തടവുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് എന്ന് ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അപ്പൊ നമ്മൾ വുളൂ എടുത്തതിന് ശേഷം കാലിൽ ഷോക്സ് ധരിച്ചാൽ പിന്നെ അടുത്ത ഒരു വുളൂ നമുക്ക് എടുക്കേണ്ടി വന്നാലും ഷോക്സ് അയക്കേണ്ടതില്ല, മറിച്ച് അതിന്മേൽ തടവിയാൽ മതി എന്നാണ്. ഈ തടവലിനെ സംബന്ധിച്ച് തന്നെ മദ്ഹബിൽ ധാരാളം വീക്ഷണ വ്യത്യാസങ്ങളുണ്ട്. അതായത് ഷോക്സിൽ തടവുന്ന വിഷയം വെള്ളം ഉള്ളിലേക്ക് ഇറങ്ങാത്ത ഷോക്സ് ആകണം, അല്ലെങ്കിൽ കുഫയാകണം, അത്തരത്തിലുള്ള എന്തെങ്കിലും ഷൂവോ ചെരുപ്പോ ഒക്കെ ആകണം, വെള്ളം തട്ടാൻ പാടില്ല എന്ന് കണിശമായി പറയുന്നുണ്ട് ഷാഫി മദ്ഹബ്. കാരണം നേരത്തെ ഷോക്സിന്റെ മേൽ തടവൽ സാധുവല്ല എന്നാണ് ഷാഫി മദ്ഹബ് പറയുന്നത്. നേരത്തെ ഷോക്സ് പറഞ്ഞാൽ എന്തായി, വെള്ളം ഉള്ളിലേക്ക് എത്തും, കാലം വരെ വെള്ളമാവുമല്ലോ. അപ്പൊ അത് കുഫയുടെ നിബന്ധനകൾ നിറവേറ്റുന്ന, വെള്ളം കടക്കാത്ത ഉറപ്പുള്ള പാദരക്ഷയായിരിക്കണം. അതാണ് ഷാഫി മദ്ഹബ് പറയുന്നത്. എന്നാൽ ഹനഫി മദ്ഹബിൽ ചില നിബന്ധനകളോടുകൂടി കട്ടിയുള്ള ശ്വാസങ്ങളുടെ മേൽ തടവൽ അനുവദനീയമാക്കിയിട്ടുണ്ട്. ഹംബലി മദ്ഹബ് തുടങ്ങിയ ചില പണ്ഡിതന്മാർ കട്ടിയുള്ള സ്വയം നിലനിൽക്കുന്ന ഷോക്സുകളുടെ മേൽ തടവൽ അനുവദിച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ മദ്ഹബിലെ വിഷയത്തിൽ എന്തുണ്ട്, വ്യത്യസ്ത തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എന്നാൽ ഹദീസുകളുടെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാകുമ്പോൾ
അങ്ങനെ പ്രത്യേകമായ ഒരു നിബന്ധന ആ വിഷയത്തിൽ വന്നിട്ടില്ല. കാലിൽ ധരിക്കുന്ന കുഫ എന്ന് പറഞ്ഞാൽ കാലുറ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ആ കാലുറ അതിന് റബ്ബർ കൊണ്ടാകണമെന്നോ അത് പിന്നെ തുണി കൊണ്ടാകണമെന്നോ കമ്പിളി കൊണ്ടാകണമെന്നോ അത് നേർത്തതാകാൻ പാടില്ലാന്നോ കട്ടിളതാകാൻ പാടില്ല നേർത്താകാൻ പാടില്ല എന്നൊന്നും ഹദീസുകൾ വന്നിട്ടില്ല. പക്ഷെ കർമ്മശാസ്ത്ര മസാലകളിൽ മദ്ഹബിൽ പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ വിഷയത്തിൽ എന്ത് ചെയ്യണ്ട, പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല. നമ്മൾ ഉപയോഗിക്കുന്ന ആ ഷോക്സിന്റെ മുകളിൽ നമുക്ക് തടവാം. അല്ലാഹു അലം ബി മുറാദിഹി. ഇനി ഈ തടവുന്നതിന്റെ പരിധി എത്രയാണ്? നാട്ടിലുള്ള ആൾക്ക് ഒരു ദിവസം എന്നാണ്. അതായത് ഇപ്പൊ ഒരാള് സുബഹി നമസ്കാരത്തിന് മുമ്പ് അയാള് സുബഹി നമസ്കാരത്തിന് വേണ്ടി ഒതുവെടുത്ത് അയാൾ എന്ത് ചെയ്തു? കാലിൽ ഷോക്സ് ധരിച്ചു. അയാളെ സംബന്ധിച്ചിടത്തോളം ഇശാ നമസ്കാരം കഴിയുന്നത് വരെ അയാൾ ആ ഷോക്സ് അഴിച്ചിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് അതിന് മുകളിൽ തടവിയാൽ മാത്രം മതി. കാല് കഴുകേണ്ട ആവശ്യമില്ല. നാട്ടിലുള്ള ആൾ യാത്രയിലാണെങ്കിൽ 3 ദിവസം വരെ എന്ത് ചെയ്യാൻ പറ്റും? കാലിൽ ആ ഷോക്സ് അഴിച്ചിട്ടില്ലെങ്കിൽ അതിന്മേൽ തടവിയാൽ മതി. അപ്പൊ നാട്ടിലുള്ള ആൾക്ക് ഒരു ദിവസവും യാത്രക്കാരന് 3 ദിവസവുമാണ് അതിന്റെ ഇളവ് അനുവദിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഷോക്സ് ധരിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ കാലിനൊരു മുറിവുണ്ട്, വെള്ളം തൊട്ടാൻ പാടില്ല, ഡ്രസ് ചെയ്ത് വന്നിരിക്കുകയാണ്. ഇങ്ങനത്തുള്ളൊരു അവസരത്തിൽ അയാള് ഒന്നോടുകൂടിയാണ് ആ മുറി ഡ്രസ് ചെയ്തെങ്കിൽ അയാള് പിന്നീട് ആ കാലിൽ ധരിച്ച ഷോക്സ് തടവിയാ മതി. ആ മുറി നനയാൻ പറ്റൂല. ചിലപ്പോ വല്ല ജോലി ആവശ്യാർത്ഥമൊക്കെ പിന്നെ പാന്റും ഷൂവും ഒക്കെ അണിയുന്ന ആളുകളായിരിക്കും. അപ്പൊ അവർക്കും ഷോക്സ് ധരിക്കേണ്ടി വരും. അപ്പൊ ഷോക്സ് നമ്മൾ പല സന്ദർഭങ്ങളിലും പല ആവശ്യങ്ങൾക്ക് വേണ്ടി ധരിക്കുന്ന കാര്യം. അപ്പൊ അവിടെ ഈ ഇളവ് നമുക്ക് ഉപയോഗപ്പെടുത്താം എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. മനസ്സിലായോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ സംബന്ധിച്ച് പറയുന്നത് സഫ്വാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, അമറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് കൽപ്പിച്ചിരുന്നു, ഐ യമസ്സഹു അലൽ ഖുഫൈൻ, നിങ്ങൾ മേൽ ജോഡികളുടെ മേൽ തടവാൻ അഥവാ നമ്മുടെ കാലിൽ ധരിച്ച കാലുറയിൽ ഷോക്സിൽ തടവാൻ ഞങ്ങൾ കൽപ്പിച്ചിരുന്നു. ഇദാ നഹ്നു അദ്ഖൽനാഹുമാ അലാ ബി സുഹ്റിൻ, ഉളുവോട് കൂടിയാണെങ്കിൽ തടവാൻ അനുവദിച്ചിട്ടുണ്ട്. അപ്പൊ ഉളുവോട് കൂടി ആകണമെന്ന് അതിന്റെ നിബന്ധന ഉണ്ട്. ഒന്നൊന്നും ഇല്ലാതെ വെറുതെ കാൽമ ഷോക്സ് ഇട്ട ഒരാൾ പോന്നു, എന്നിട്ട് അയാൾ ഒന്ന് നോക്കുമ്പോ ഷോക്സ് തടവിയാൽ നിസ്കാരം സ്വീകാര്യാവൂല, ഒന്നും സാധുവാവൂല. എന്ന് വെച്ചാൽ ആദ്യം ഉളു പൂർണ്ണമായി എടുത്തതിന് ശേഷം കാലിൽ ഷോക്സ് ധരിച്ചു പോകുന്ന ആളാണെങ്കിൽ പിന്നീട് അയാള് എത്ര സുന്നത്ത് നിസ്കരിക്കുകയാണെങ്കിലും എന്ത് ഫർദ് നിസ്കരിക്കുകയാണെങ്കിലും ഏത് ആവശ്യത്തിന് അയാൾ ഒതുക്കുകയാണെങ്കിലും അയാൾക്ക് ഒരിക്കലും ആ ഷോക്സ് അഴിച്ച് കാല് കഴുകേണ്ട ആവശ്യമില്ല, അതിന്മേൽ തടവിയാൽ മതി. സലാസൻ ഇല്ലാ സാഫർന, യാത്രക്കാരനാണെങ്കിൽ 3 ദിവസവും, യൗമൻ വല്ലൈൽ, നാട്ടിലുള്ള ആളാണെങ്കിൽ 1 ദിവസവും ചെയ്താൽ മതി. എന്നിട്ട് പറഞ്ഞു വല, അല്ലാതെ പറയുന്നത് കേട്ടോളൂ, ഇത് കഴിഞ്ഞിട്ട് പറയാം. ഈ ഹദീസിന്റെ ബാക്കി കേട്ടോളൂ. വല ഗസലഹുമാ, അവ രണ്ടും കഴുകേണ്ടതില്ല എന്ന് ഞങ്ങളോട് കൽപ്പിച്ചു. മിൻ ഗായിത്തിൻ, മലമൂത്ര വിസർജനം കാരണമായോ, വലാ ബൗലിൻ, മൂത്ര വിസർജനം കാരണമായോ, വലാ നൗമിൻ, ഉറക്കം കാരണമായോ, ഇല്ലാ മിൻ ജനാബ, അതായത് വലിയ അശുദ്ധി ഉണ്ടായാലല്ലാതെ. അപ്പൊ എന്താ ഇവിടെ ഹദീസിൽ പറഞ്ഞത്? നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ കേട്ട് ചോദിക്കാം. അതായത് ഞങ്ങളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉളുവോട് കൂടി കാലിൽ ധരിച്ച ഷോക്സിൽ ഉളു പിന്നീട് എടുക്കുമ്പോൾ അതിന് മേൽ തടവാൻ വേണ്ടി കൽപ്പിച്ചു. നാട്ടിലുള്ള ആളാണെങ്കിൽ സുബ്ഹി മുതൽ ഇശ വരെയുള്ള 5 നേരത്തെ നമസ്കാരത്തിന് ഒരു ദിവസത്തിന് അയാൾക്ക് അത് മതി. യാത്രക്കാരനാണെങ്കിൽ അയാള് 3 ദിവസം വരെ ശ്വാസ കാലം എന്ന് കൂറിയിട്ടില്ലെങ്കിലും അതുമേൽ തടവാൻ ഞങ്ങളോട് അനുവദിച്ചു. മിൻ ഹായിത്തിൻ, മല വിസർജനം, വലാ ബൗലി, മൂത്ര വിസർജനം. അപ്പം മലമൂത്ര വിസർജനം ഒരാള് നിർവഹിച്ചു, ഷൂ ഇട്ടിട്ട് ബാത്റൂമിൽ കയറി, അയാൾ തിരിച്ചു വന്നു. പിന്നെ അയാൾ തിരിച്ചു വരുമ്പോ ഒന്നും എടുക്കുമ്പോ ഷോക്സ് അയക്കണം, വേണ്ട.
അയാള് ബാത്റൂമിൽ പോയി, ടോയ്ലറ്റ് പോയി, അയാൾ കാഷ്ടിച്ചു, അയാൾ മൂത്രിച്ചു, അതൊക്കെ ഈ ഷോക്സോട് കൂടിയാണ്. എന്നാ ഷോക്സ് ഇട്ട് അങ്ങനെ തന്നെ ചവിട്ടാന്നല്ലോ, നമുക്കറിയാലോ. ഷൂ ഉൾപ്പെടെയാണ്. അല്ലെങ്കിൽ ആ ഷോക്സ് നജസ്സാകാത്ത അല്ലെങ്കിൽ വേറെ നജസ് കലരാത്ത രൂപത്തിൽ, വെള്ളം തട്ടാത്ത രൂപത്തിലുള്ള എന്തെങ്കിലും പാദരക്ഷ ഉപയോഗിച്ചിട്ടാണല്ലോ നമ്മൾ ബാത്റൂം പോവുക. അപ്പൊ നമ്മൾ നിന്ന് മൂത്രയിക്കണ ക്ലോസറ്റ് ആയാലും ഇരുന്ന് മൂത്രയിക്കുന്നതായാലും കാഷ്ടിക്കുന്നതായാലും ശരി, ഇനി അയാള് പള്ളിയിൽ വന്നു, നമസ്കാരം കഴിഞ്ഞു, അയാൾ അവിടെ ഉറങ്ങി, അല്ലെ വീട്ടിൽ പോയി ഉറങ്ങി, പിന്നെ ളുഹറിന് അയാൾ നീക്കുന്നത്, എങ്കിലും അയാളെ കാലിൽ ഷോക്സ് ഉണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യണ്ട, ഒളു കൊടുക്കുമ്പോ അത് അഴിക്കണ്ട, അത് തടവിയാ മതി. എന്ന് പറഞ്ഞാൽ മൂത്രിച്ചത് കൊണ്ടോ കാറ്റിച്ചത് കൊണ്ടോ ഉറങ്ങിപ്പോയത് കൊണ്ടോ ഒരിക്കലും അയാൾക്കുള്ള ഈ ഇളവ് മുറിയുന്നില്ല എന്നർത്ഥം. ഇല്ലാ മിൻ ജനാബത്തിൻ, ജനാബത്തുകാരനായാൽ അല്ലാതെ. എന്നാ അയാൾക്ക് സ്ഖലനം സംഭവിച്ചു, ഉറങ്ങിയപ്പോ ഉറക്കത്ത് സ്ഖലനം സംഭവിച്ചു, അതല്ലെങ്കിൽ അയാൾ ശാരീരികമായി ഭാര്യയുമായി ബന്ധപ്പെട്ടു ഷോക്സ് ഉപയോഗിച്ച് തന്നെ കിടക്കുമ്പോ, എങ്കിൽ അയാൾ പിന്നീട് ഒതുവെടുക്കും, എന്ത് ചെയ്യണം, അതയക്കണം. അല്ലാതെ മൂത്രയിച്ചത് കൊണ്ടോ കാറ്റിച്ചത് കൊണ്ടോ ഉറങ്ങിപ്പോയത് കൊണ്ടോ അയാൾക്ക് എന്ത് ചെയ്യില്ല, ഈ ഇളവ് മുറിയുകയില്ല എന്നാണ്. മനസ്സിലായോ പറഞ്ഞത്? കാര്യങ്ങൾ വ്യക്തമായിട്ടില്ലെങ്കിൽ സംശയം ചോദിക്കാം. പറഞ്ഞ മനസ്സിലായോ? നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം അതായിരിക്കാന്ന് മനസ്സിലാക്കുന്നു, സംശയം. ഓക്കെ, അപ്പൊ അത് ഹദീസോട് കൂടി വ്യക്തമായി. ഇതാണ് ഞാൻ ആമുഖത്തിൽ പറഞ്ഞ ആയത്തിന്റെ വിശദീകരണം. എന്ത്? ദീനുൽ ഇസ്ലാം ഇളവ് നൽകിയത് ആശ്വാസത്തിന് വേണ്ടിയാണ്. ഏത് സാഹചര്യത്തിലും, ഏത് കാലാവസ്ഥയിലും, ഏത് പ്രകൃതത്തിലും നമുക്ക് ദീനുൽ ഇസ്ലാം കൊണ്ടിറങ്ങാൻ പറ്റും. നേരത്തെ അറിവില്ലെങ്കിൽ ആകെ ഇടങ്ങാറാവൂലേ, പല നിലക്കും പോലെ ബുദ്ധിമുട്ടായി പോകും. അപ്പൊ ഇളവ് എടുക്കുക എന്നുള്ളതാണ്. ഇനി ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, എവിടെയാണ് തടവേണ്ടത്? തടവണം എന്ന് പറഞ്ഞു, അത് എവിടെയാണ് തടവേണ്ടത്? ഷോക്സിന്റെ മുകൾ ഭാഗത്താണോ, അല്ല കാലിന്റെ അടിഭാഗത്താണോ, ഷോക്സിന്റെ അടിഭാഗത്താണോ? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വ്യക്തമായി പറഞ്ഞു തന്നു. ലൗ കാന ദീനു അബിറഈ, ദീനുൽ ഇസ്ലാം ബുദ്ധി കൊണ്ടാണ് നമ്മൾ അളക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ബുദ്ധിക്കനുസരിച്ചാണ് ദീനുൽ ഇസ്ലാമിനെ നമ്മൾ വിലയിരുത്തിക്കൊണ്ട് നമ്മൾ മറുപടി പറയുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഉൾക്കൊള്ളുന്നതെങ്കിൽ, അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാണ്, ലൗ കാന അഫ്ളൽ ഖുഫ മിനൽ അലാ, ഷോക്സിന്റെ അടിഭാഗത്ത് തടവാനാണ് നമ്മൾ പറയാ. കാരണം എന്താ, ഷോക്സിന്റെ അടിയിലല്ല കുറച്ചെങ്കിലും പൊടി ഉണ്ടാകുക, അല്ലെ? അടിയിലാണല്ലോ പൊടി ഉണ്ടാകുക. അപ്പോ ആ വെള്ളം കയ്യിലൊന്നാക്കി ഇങ്ങനെ പതുക്കെ കുളഞ്ഞിട്ട് ഒന്നിങ്ങനെ തടവാൻ പറയാറുള്ളത് അടിയിലാണ്. ബുദ്ധി കൊണ്ടാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ അങ്ങനെ പറയാം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുഫയുടെ മുകൾ ഭാഗത്താണ് തടവിയത്. അപ്പൊ ബുദ്ധി കൊണ്ട് ദീനുൽ ഇസ്ലാമിനെ അളന്നിട്ട് നമ്മക്ക് നമ്മളെ ഇഷ്ടപ്രകാരം എന്ത് ചെയ്യാൻ പറ്റില്ല, നിയമങ്ങളെ മാറ്റാൻ പറ്റൂല. കാരണം ഇത് വഹീന്റെ അടിസ്ഥാനത്തിലല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് ഒന്നും സംസാരിക്കൂല. അപ്പൊ അല്ലാഹു തആല എന്താണോ ദീനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ സ്വഹാബത്തിന് കാണിച്ചു കൊടുത്തത്, അത് എങ്ങനെയാണോ പ്രമാണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്, അത് നമ്മൾ സമീന കേൾക്കുക, അത് ഉൾക്കൊള്ളുക, അത് പിൻപറ്റുക. അപ്പൊ ഇവിടെ ഈ ഇസ്ലാം നൽകിയ ഈ ഒരു ഇളവ് അഥവാ നമസ്കാരത്തിന് വേണ്ടി നമ്മൾ എടുക്കുന്ന ആ ഒതുവിൽ നമ്മൾ കാലിൽ ധരിച്ച ഷോക്സ്, ആ ഷോക്സ് ഒതുവോടുകൂടി പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ എടുക്കുന്ന ഒതുവ് ആ കാല് അഴിക്കാതെ അതിന്മേൽ തടവിയാൽ മതി. നാട്ടിലുള്ള ആൾക്ക് ഒരു ദിവസവും യാത്രക്കാരന് 3 ദിവസവുമാണ്. ഉറങ്ങിപ്പോയത് കൊണ്ടോ മൂത്രയിക്കാൻ പോയത് കൊണ്ടോ ഒരാൾ കക്കൂസ് പോയി ശുചീകരണം നടത്തി തിരിച്ചു വന്നത് കൊണ്ടോ ഒരിക്കലും അയാൾ നല്ല ഷൂ ഒക്കെ ഇട്ടിട്ടാ പോണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ പിന്നീട് ഒതു ചെയ്യുമ്പോൾ ഒരിക്കലും ആ ഷോക്സ് അയക്കേണ്ട ആവശ്യമില്ല. ഇല്ലാമിൻ ജനാബ, വലിയ അശുദ്ധിയുള്ള ആളായാൽ ഒഴികെ എന്നാണ്. അപ്പോ നമ്മള് പിന്നെ ഇത് തടവുന്ന രീതി എങ്ങനെയാണ്? അപ്പൊ തയമം ചെയ്യുമ്പോ അതിന് രീതി ഉണ്ടല്ലോ. ബിസ്മില്ലാ എന്ന് പറഞ്ഞ് നമ്മൾ ചുമരിൽ അടിക്കണം.
അല്ലെ പൊടിമണ്ണിൽ അടിക്കണം, അല്ലെങ്കിൽ മരത്തിന്മേൽ അടിക്കണം, അല്ലെങ്കിൽ തൊയ്യബായ ഏതെങ്കിലും ഒരു വസ്തുവിന്റെ മുകളിൽ അടിക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മുഖം കംപ്ലീറ്റ് തടവണം, കയ്യിന്റെ പത്തി തടവണം. ഇതാണ് തയമ്മം. ഇതുപോലെ ഒതു നമ്മൾ സമ്പൂർണമായി എടുത്തു. ശ്വാസട്ട ആളാണ്, ഒതു സമ്പൂർണമായി എടുത്തു. അയാൾ എന്ത് ചെയ്യണം? ആ കയ്യിലുള്ള ആ വെള്ളം, ആ വെള്ളം അയാളൊന്ന് കുടഞ്ഞിട്ട് ആ ചെറിയൊരു ഈർപ്പം ആ ഒരു കയ്യിന്റെ നനവോടുകൂടി എന്ത് ചെയ്യാ, അതിന്റെ മുകളിൽ ഒന്ന് തടവുക. അത്രേ ഉള്ളൂ. വെള്ളം കാലിന്മേൽക്ക് ആകണമെന്നില്ല. ഷോക്സിന്റെ ഉള്ളിൽ കൂടെ വെള്ളം ഇറങ്ങണം എന്ന് നിബന്ധനയില്ല. എന്നാൽ നേരിയ ഷോക്സ് ആണെങ്കിൽ ചിലപ്പോ നമ്മൾ കൈ കൊണ്ട് ഒന്ന് കുടഞ്ഞ് തടയുമ്പോ എന്ത് ചെയ്യും? ചിലപ്പോ അതിന്റെ ഒരു ഈർപ്പോ ചെറിയ നനവോ നമ്മളെ കാലിന്മേ മുകൾ ഭാഗത്ത് തട്ടിന്ന് വരും. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അപ്പോ ഷോക്സ് കട്ടി കുറഞ്ഞതായാലും കട്ടി കൂടിയതായാലും, ഇനി അത് വെള്ളം കടക്കാത്ത വല്ല ലെതർ പോലെയുള്ളതായാലും ഒക്കെ ഉണ്ടാവുമല്ലോ. പല നിലക്കുള്ള ജോലിക്കാരും പല നിലക്കുള്ള യാത്രക്കാരുമായിരിക്കും. അപ്പൊ അവർ ഉപയോഗിക്കുന്ന കുഫയും പല രൂപത്തിലായിരിക്കും. ഇപ്പൊ പട്ടാളക്കാര്, മലമ്പ്രദേശങ്ങളിലൊക്കെ അതിർത്തി കാവൽ നിൽക്കുന്ന പട്ടാളക്കാര്, അതേപോലെ തന്നെ നമുക്കറിയാം വലിയ വലിയ ഈ ബിൽഡിംഗ് വർക്കേഴ്സുകള്, ഇവരൊക്കെ അവര് ധരിച്ച വലിയ ഷൂവുകൾ വരെ ചിലപ്പോ എന്ത് ചെയ്യാൻ പറ്റില്ല, അയക്കാൻ പറ്റൂല. അപ്പൊ അത് നജസില്ലാത്താണെങ്കിൽ, അടിഭാഗം അഴുക്കൊന്നും ഇല്ലാത്താണെങ്കിൽ അവർക്ക് ആ ഷൂവിന്റെ മുകളിൽ തന്നെ തടവാം. അതും അവരെ സംബന്ധിച്ചിടത്തോളം അത് കുഫയാണ്. ഇനി അതല്ല, ഷൂ അഴിച്ചു വെച്ചിട്ട് കാൽ ജോഡി എന്നറിയപ്പെടുന്ന നമ്മള് കാല് ധരിച്ച് നേർത്ത ആ വസ്ത്രമാണോ, അതുമേല് തടവാം. അപ്പോ വെള്ളം ഒന്നായിട്ട് എടുത്തിട്ട് ഇങ്ങനെ നമുക്ക് കുടയേണ്ട ആവശ്യമൊന്നുമില്ല. അത് കൈയൊന്ന് നനച്ചിട്ട് എന്ത് ചെയ്യാ, ഒന്ന് തടവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് അടിഭാഗത്തല്ല, മുകൾ ഭാഗത്താണ് തടവേണ്ടത്. അടിയിൽ പൊടി ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മള് വേറെ വേണമെങ്കിൽ പൊടി കൊണ്ട് തട്ടിയ കൈ കൊണ്ട് തടവ വേറെ ചെയ്തോളി. പക്ഷെ ഉദു എടുത്തതിന് ശേഷം തടവൽ എന്ന കർമ്മം നമുക്ക് അനുവദിച്ചു തന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മുകളിൽ തടവാനാണ്, അടിയിലല്ല. അതാണ് അലി റളിയല്ലാഹു അൻഹു ഹദീസിൽ വ്യക്തമാണെന്ത്, ലൗകാന ദീനു ബിറഈ, ദീന് ബുദ്ധി അനുസരിച്ചാണ് അഭിപ്രായം പറയുമെങ്കിൽ നമ്മളൊക്കെ പറയുന്നത് എവിടെയാണ്, അടി തടവിക്കാളി എന്നാണ്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തടവി കാണിച്ചിരുന്നത് എവിടെയാണ്, മുകൾ ഭാഗത്താണ് എന്ന് വളരെ വ്യക്തമായി കൊണ്ട് തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോ ഇതാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇനി നമുക്കറിയാം, കഴിഞ്ഞ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ അവസാനിപ്പിച്ചത് ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സ്വപ്നം പറഞ്ഞിരുന്നു. ഓർമ്മയുണ്ടെന്നറിയില്ല. അതായത് ബാങ്ക്, നമസ്കാരത്തിന് വേണ്ടി സമയമായി എന്നറിയിക്കാൻ വിളിക്കുന്ന വിളിയാളമാണ് ബാങ്ക്. ഈ ബാങ്ക് എന്ന കർമ്മം അത് വലിയ പ്രതിഫലമുള്ള ഒരു ഇബാദത്താണ്, സൽക്കർമ്മമാണ് ആ കർമ്മം. പക്ഷെ പൊതുവെ നമ്മുടെ നാട്ടിൽ ബാങ്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു താഴ്ന്ന പണിയായിട്ടാണ് എന്ത് ചെയ്യല് നമ്മുടെ നാട്ടിൽ പൊതുവെ ആൾക്കാരെ മനസ്സിലുള്ളത്, അല്ലെ? ആധുനിക കാലഘട്ടത്തിലൊക്കെ മകൻ എവിടെ പഠിക്കണം, അപ്പോ സെന്റ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ്, അല്ലെ ഇന്ന കമ്പ്യൂട്ടർ കോളേജിലാന്നൊക്കെ പറഞ്ഞ വലിയ സ്റ്റാൻഡേർഡായി. ഓനവിടെ അറബി കോളേജിലാണ്, ഓനവിടെ ദർസിലാന്നൊക്കെ പറഞ്ഞാൽ ഒരു പുച്ഛാണ്. ദർസില, അറബി കോളേജിലാ എന്ന് ചോദിക്കും. എന്താ അതിന് 2ാം സ്ഥാനം നമ്മളെ നാട്ടില്. പിന്നെ എന്താ ജോലി എന്താന്ന് വെച്ചാൽ നമ്മൾ ടീച്ചറാണ്, പ്രൊഫസറാണ്, അല്ലേ? അതേമാതിരി തന്നെ വലിയ ബിസിനസ്മാരാന്നൊക്കെ പറഞ്ഞാൽ വലിയ ഗ്രേഡായി. പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്ന പണിയാണ്, ഇമാമത്തിക്കുന്ന പണിയാ, അറബി കോളേജ് പഠിപ്പിക്കുന്ന പണിയാന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ പോക്കെ ഒത്തുപോലെ എത്തൊക്കെ എങ്ങനെ ചങ്ങ ജീവിച്ചു പോലെ ഇതാണ് ആൾക്കാരെ ചിന്ത. ഇത് നമ്മളെ ആളുകളുടെ മനസ്സിലും വന്നിട്ടുണ്ട്, അല്ലേ? അതുകൊണ്ട് തന്നെ ബാങ്ക് കൊടുക്കുക എന്നുള്ളത് ഒരു തൊഴിലായി ഏറ്റെടുക്കേണ്ട ഒരു ഗതികേട് നാട്ടിൽ വന്നതുകൊണ്ടാണ്. ആ കാര്യത്തിൽ മത്സരിക്കാത്തതുകൊണ്ട്. പിന്നെ അതിനു വേണ്ടി ഒരാള് 5 നേരം കൃത്യമായി അത് വിളിക്കാൻ ഒരാൾ വേണം. എല്ലാരും പറ്റൂല. അപ്പൊ ഇതിനൊരാളെ നിശ്ചയിക്കുന്ന തെറ്റുണ്ടോ? ഇല്ല. അത് പള്ളി പരിപാലനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമങ്ങളിൽ ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി കാലഘട്ടത്തിൽ തന്നെ അതിന് പ്രത്യേകം നിശ്ചയിച്ച ഒരാളായിരുന്നു ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു, അല്ലേ? ബിലാൽ മുഅദ്ദിനായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പള്ളിയിലെ ബാങ്ക് വിളി മുഴക്കുന്ന ആളായിരുന്നു.
അപ്പൊ ബാങ്ക് കൊടുക്കുന്ന തൊഴിൽ എന്ന് പറഞ്ഞാൽ അത് നിസാരമായ തൊഴിലല്ല. 12 വർഷം ഒരാൾ തുടർച്ച അള്ളാഹുവിന്റെ ഭവനത്തിൽ ബാങ്ക് മുഴക്കിയാൽ ദഖലൽ ജന്ന, അയാൾ സ്വർഗം അയാൾക്ക് ഉറപ്പായി. അയാളുടെ മേൽ സ്വർഗം അള്ളാഹു തആല നിർബന്ധമാക്കിയതാണ്. 12 കൊല്ലം അയാൾ എടുക്കണം. ഹദീസിൽ അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ ഒരു മുഅദ്ദിൻ ജോലി എന്ന് പറഞ്ഞാൽ നിസാര കാര്യമല്ല. മഹ്ശറയിൽ വരുമ്പോൾ 1 മൈൽ സൂര്യന്റെ ചുവട്ടിൽ പാപത്തിന്റെ തോതനുസരിച്ച് മനുഷ്യന്മാരിങ്ങനെ മുങ്ങി കുളിച്ച് വിഷമിക്കും. വിശ്വാസികളാണെങ്കിൽ അർശിന്റെ തണല് കിട്ടൂലല്ലോ എല്ലാവർക്കും, 7 ആൾക്കാർക്കില്ല കിട്ടുള്ളൂ. അപ്പൊ അല്ലാത്തവര് അവിടെ എന്ത് ചെയ്യേണ്ടി വരും? ആ വെയിലത്ത് നിൽക്കേണ്ടി വരും. പക്ഷെ അവർക്ക് ദാഹം ഉണ്ടാവില്ല, പ്രയാസം ഉണ്ടാവും. ഹൗദുൽ കൗസർ കുടിച്ചാൽ ദാഹം ഉണ്ടാവില്ല, പ്രയാസങ്ങൾ എന്തായാലും ഉണ്ടാവും. അപ്പൊ ആ മഹ്ശറിൽ പ്രത്യേകമായി അല്ലാഹു തആല ഒരു വിഭാഗത്തിന് ഒരു ക്രെഡിറ്റ് കൊടുക്കുന്നുണ്ട്, ആദരവ് കൊടുക്കുന്നുണ്ട്. അതേതാ? കഴുത്തിങ്ങനെ നീണ്ടു നിൽക്കുന്ന ആര് നോക്കിയാലും പെട്ടെന്ന് അവരെ കാണാൻ പറ്റും. അവരാരാന്നറിയോ? അള്ളാഹുവിന്റെ ഈ കെലിമത്ത് 5 നേരം ബാങ്കുലി മുഴക്കിയ മുഅദ്ദിനുകളാണ്. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ്, അള്ളാഹുലേക്ക് വിളിക്കുന്നവനേക്കാൾ ഉത്തമമായ വാക്ക് പറയുന്നവൻ ആരുണ്ട് എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ മുഅദ്ദിന്മാരുടെ ശ്രേഷ്ഠതകൾ മുഫസ്സിറുകൾ വിശദീകരിച്ചിട്ടുണ്ട്. 12 കൊല്ലം തുടർച്ചൊരു ബാങ്ക് ജോലി എടുത്താൽ അവന് സ്വർഗം ഉറപ്പായി, തൗഹീദുള്ള ആളാണെങ്കിൽ. 2, അയാൾ മഹ്ശറിൽ പ്രത്യേകമായ കഴുത്തു നീണ്ട രൂപത്തിൽ അയാൾ അടയാളപ്പെടുത്തും. ആർക്കും നോക്കിയാൽ പ്രത്യേകം കാണാൻ പറ്റുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ കുട്ടികളൊക്കെ ഒന്ന് ബാങ്ക് കൊടുക്കട്ടെ എന്ന് ചോദിച്ചാൽ ബാങ്ക് കൊടുത്തോളി എന്ന് പറയണം. ബാങ്ക് കൊടുക്കാൻ ചാൻസ് നമുക്ക് കിട്ടിയാൽ ഉടനെ ബാങ്ക് വിളിച്ചോളണം. 3-ാമത്തെ കാര്യം, ഈ ശബ്ദനാളം ഇന്ന് തൊള്ളോണ്ട് മാത്രമല്ല, ഉച്ചഭാഷയിലൂടെയാണ് പുറത്തു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഒരു 10 മീറ്ററോ 100 മീറ്ററോ 50 മീറ്ററോ എന്നല്ല, കിലോമീറ്റർ പരിസരങ്ങളിൽ ഈ ബാങ്കുലി മുഴങ്ങും. സുബ്ഹാനല്ലാഹ്. ആ പരിസരത്തുള്ള മലക്കുകൾ മുഴുവനും ആ ബാങ്കിന്റെ കലിമത്തിന് മറുപടി പറയും. അത് കൊടുത്ത ആൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യും. ഈ ശബ്ദം കേൾക്കുന്ന പച്ചമരങ്ങൾ, പച്ചമരങ്ങൾ, ആ പച്ചമരങ്ങളുടെ ഇലകൾ, അതൊക്കെ ഈ മുഅ്മിന് വേണ്ടി ദുആ ചെയ്യുന്നതാണ്. അപ്പൊ എത്രയാണ് ഇപ്പോ ഒരു ബാങ്കിന് കിട്ടുന്ന പ്രതിഫലം എന്ന് നമുക്ക് കാണാൻ പറ്റാത്തതുകൊണ്ട് അതിനെ നിസ്സാരമായി നമ്മൾ കണ്ടിരിക്കുകയാണ്. വലിയ മഹത്തായ ഒരു കർമ്മമാണ് ആ ബാങ്ക് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് കഴിഞ്ഞ പിന്നെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ആ ബാങ്കിന്റെ ലഫ്ളുകൾ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മലക്കിനെ മനുഷ്യരൂപത്തിൽ അയച്ചു കൊടുത്ത് എന്നിട്ട് അത് ചൊല്ലിക്കൊടുത്തതാണ് എന്നും, അത് അങ്ങനെ തന്നെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വപ്നം കണ്ടു എന്നും, 2 പേരുടെ സ്വപ്നവും അല്ലാഹു തആലയിലുള്ള ദർശനമാണ് എന്നും, അത് ബിലാൽ റളിയല്ലാഹു അൻഹു മനഃപ്പാഠമാക്കാൻ ആവശ്യപ്പെട്ടു എന്നും, ബിലാൽ റളിയല്ലാഹു അൻഹു അത് മനഃപ്പാഠമാക്കി പിന്നീട് വിളിച്ചു പറഞ്ഞു എന്നും നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അതിൽ എന്തുണ്ടായിരുന്നില്ല? അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന ലഫ്സ് ഉണ്ടായിരുന്നില്ല. അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന ലഫ്സ് ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ ബാങ്കിന് ശേഷം ഇതേ പച്ച പുതച്ചു വന്ന ഈ മനുഷ്യരൂപം കൊണ്ട് ആ മലക്കുണ്ടല്ലോ, ആ മലക്ക് ബാങ്ക് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഈ സ്വഹാബി പറയാണ്, ഒരല്പം മാറി നിന്നുകൊണ്ട് അദ്ദേഹം ഇഖാമത്ത് വിളിച്ചു എന്നാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഹയ്യാലസ് സ്വലാഹ് ഹയ്യാലൽ ഫലാഹ്, ഖദ് ഖാമത്തിസ് സ്വലാത്ത് ഖദ് ഖാമത്തിസ് സ്വലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഇഖാമത്തിന്റെ ലഫ്സും അതുപോലെ തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നാൽ അസ്സലാത്തു ഖൈറും മിനൻ നൗം, നിന്റെ ഉറക്കത്തെക്കാൾ നല്ലത് നിനക്ക് നമസ്കാരമാണ് എന്ന ലഫ്ള് സുബ്ഹി ബാങ്കിൽ പിന്നീടാണ് ചേർക്കപ്പെട്ടത്. അപ്പൊ ഇത് ബാങ്കുമായി നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളാണ്. പിന്നെ ഹയ്യാല സ്വലാ ഹയ്യാലൽ ഫലാ എന്ന് നമ്മള് കേൾക്കുമ്പോൾ അവിടെ നമ്മൾ പറയേണ്ട കാര്യം എന്താണ്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് നമ്മൾ പറയണം. അസ്സലാത്തു ഖൈറും മിനൻ നൗം, നിന്റെ ഉറക്കത്തേക്കാൾ നല്ല നിനക്ക് നമസ്കാരമാണ് എന്ന് കേൾക്കുമ്പോൾ അഖാമല്ലാഹു അദാമഹ എന്ന് പണ്ട് ഉള്ള മദ്രസയിലൊക്കെ പഠിച്ചത് ചില ആൾക്കാർ പറയാറുണ്ട്. അല്ല, സദഖ്ത വബറർത,
അല്ലെ? അത് ഇഖാമത്തിലാണ് അഖാമല്ലാഹു അദാമ സ്വതക്ത വബരിർത എന്ന് പറയാറുണ്ട്. അങ്ങനെ ഒരു ലഫ്ള് ഹദീസുകളിൽ വന്നിട്ടില്ല. ബാക്കിന് ജവാബ് പറയാൻ പഠിപ്പിച്ചിടത്ത് അത് വന്നിട്ടില്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കണം. മറിച്ച് അസ്സലാത്തു ഖൈറും എന്ന് പറഞ്ഞാൽ അതേപോലെ നമ്മൾ എന്ത് ചെയ്യുക, അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് തന്നെയാണ് പറയേണ്ടത് എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ബാങ്ക് കൊടുക്കുന്ന ആള് ശുദ്ധിയോടുകൂടിയായിരിക്കണം ബാങ്ക് കൊടുക്കേണ്ടത്. അത് അതിന്റെ ഒരു നിബന്ധനയിൽപ്പെട്ടതാണ്. വുളു ഉണ്ടെങ്കിൽ സുന്നത്താണ്. പക്ഷെ ജനാപത്തുകാരനായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, പാഞ്ഞാണ്ട് പള്ളിയിലുള്ള കയറി ബാങ്ക് കൊടുക്കാൻ പാടില്ല, അത് ഹറാമാണ്. വുളു ഉണ്ടെങ്കിൽ സുന്നത്താണ്, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഖിബ്ലക്ക് നേരെ തിരിയണം, അതും എന്താണ്, ഒരു സുന്നത്താണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. പിന്നെ വിരലുകൾ ചെവിയിൽ വെക്കുക, ഇമാം തിർമിദി ഉദ്ധരിച്ച ഹദീസിൽ അങ്ങനെ കാണാം. വിരല് ചെവിയിൽ വെച്ചിരുന്നു. അതിന് ഹിക്മത്ത് പറഞ്ഞ പണ്ഡിതന്മാര്, അന്ന് മൈക്കൊന്നും ഇല്ലാത്ത കാലത്ത് ചെവി നല്ലോണം പൊത്തുമ്പോ പിന്നെ ബാങ്ക് കൊടുക്കുന്ന ആള് നല്ലോണം തൊള്ളടും. ഇയാൾക്ക് ഇത് കേൾക്കൂലല്ലോ, നല്ലോണം തൊള്ളട്ടോട്ടെ എന്നുള്ള നിൽക്കാന്നൊക്കെ പറയും. പക്ഷെ അതൊക്കെ എന്താണ്, അതിലെ ഒരു ഹിക്മത്ത് മാത്രമാണ്. പക്ഷെ സുന്നത്ത് പിൻപറ്റുന്ന ഒരു മുഅദ്ദിനെ സംബന്ധിച്ചിടത്തോളം സാധിക്കുമെങ്കിൽ ഈ സുന്നത്തൊക്കെ എടുക്കുക വലിയ കാര്യം. കാരണം മഹത്തായ ഒരു കർമ്മമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അത് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് എന്നും നമ്മളത് പഠിച്ചു മനസ്സിലാക്കി വെക്കണമെന്നും ഓർമ്മപ്പെടുത്തണം. പിന്നെ ഹയ്യാല സ്വലാ ഹയ്യാല ഫലാ എന്ന് പറയുമ്പോൾ ഇടത് ഭാഗത്തേക്കും വലത് ഭാഗത്തേക്കും കഴുത്തുകൾ തിരിക്കുന്നതും അതിൽ പെട്ട ഒരു കാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി ബാങ്ക് കേൾക്കുന്ന ഒരാള് അതിനുശേഷം പറയേണ്ടതും പ്രാർത്ഥിക്കേണ്ടതുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തമായി കൊണ്ട് തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, അല്ലെ? അതിൽ നമുക്ക് എന്താണ് ഹദീസിൽ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും. ഇദാ സമിഅതുൽ മുഅദ്ദിൻ, എന്താണ് ഇദാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സമിഅതു മിനൽ മുഅദ്ദിൻ, മുഅദ്ദിൻ ബാങ്ക് വിളിക്കുന്നത് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഫയഖൂലു മിസ്ലമാ യഖൂലുൽ മുഅദ്ദിൻ, മുഅദ്ദിൻ പറയുന്നത് പോലെ നിങ്ങൾ പറയണം. നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ പിന്നീട് അദ്ദേഹം സല്ലു അലയ്യ, എന്റെ മേൽ സ്വലാത്ത് ചെല്ലുക. അതാ സ്വലാത്ത് പറഞ്ഞാൽ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതല്ല, മറിച്ച് ഇന്നക ഹമീദും മജീദ് വരെയുള്ള പൂർണ്ണമായ സ്വലാത്ത് അത് നമ്മൾ ചെയ്യണം. അതിൽ സയ്യിദന എന്ന് പറയുന്ന ഒരു പദം പിൽക്കാലത്ത് ചില സ്വലാത്തുകളിൽ വന്നതായിട്ടുള്ളത് പ്രബലമായ റിപ്പോർട്ടല്ല. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ്, അതില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹ്ശറിൽ സയ്യിദ് തന്നെയാണ്. അന സയ്യിദി ഉൽദി ആദമ യൗമൽ ഖിയാമ, മഹ്ശറിൽ ഖിയാമത്ത് നാളിൽ നിങ്ങളെ സയ്യിദ് ഞാനാണ് പറയുന്നത്. പക്ഷെ ഈ ബാങ്കിൽ ചെല്ലുന്ന സ്വലാത്തിൽ എന്തില്ല, അത്തയ്യാത്തിൽ ചെല്ലുന്ന സ്വലാത്തിൽ എന്തില്ല, റസൂലുള്ളാഹി പഠിപ്പിച്ച സ്വലാത്തിൽ എന്തില്ല, സയ്യിദിന ഇല്ല. അതുകൊണ്ട് അത് നമ്മൾ നമസ്കാരത്തിലും ബാങ്കിലൊന്നും ചെല്ലുന്ന സ്വലാത്തിൽ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കൂടുതൽ നല്ലത് തെളിവുള്ള രീതിയാണ്. അപ്പൊ അതുകൊണ്ട് സല്ലു അലയ്യ, എന്റെ മേൽ നിങ്ങൾ സ്വലാത്ത് ചെല്ലുക. പിന്നെ അത് കഴിഞ്ഞാൽ അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദൽ വസീലത വൽ ഫളീലത വബഅസഹു മഖാമ മഹ്മൂദ അല്ലദീ വഅദ്ദ എന്ന് പറഞ്ഞ ദുആ നമ്മൾ ചെയ്യുകയും പിന്നീട് റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂല, മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ പ്രാർത്ഥനയും നമ്മൾ ഈ ദിക്ർ നമ്മൾ ചെല്ലുക. ഇത് ചൊല്ലിയിട്ടില്ലെങ്കിലും നേരത്തെ പറഞ്ഞ ആ വസീലത്തും ഫളീലത്തും മാത്രം ഒരാൾ ചൊല്ലി അവസാനിപ്പിച്ചാലും ഹല്ലത്ത് ലഹു ശഫാഅത്തി യൗമൽ ഖിയാമ, എന്റെ ശുപാർശക്ക് യൗമുൽ ഖിയാമയിൽ അവൻ അർഹനായി. എന്നാൽ ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന ശഫാഅത്തുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ശഫാഅത്ത് മാത്രമല്ല, ശഫാഅത്തുൽ കുബ്ര മാത്രമല്ല, വേറെ ഒരുപാട് ശഫാഅത്തുണ്ട്. ആ ശഫാഅത്തിൽ ഉൾപ്പെടുക എന്നുള്ളത് വലിയ സ്വീകാര്യതയുള്ള കാര്യമാണ്. കാരണം ആരാ ഷഫാത്ത് ചെയ്യുന്നത്? അഷ്റഫുൽ ഖൽഖ് അല്ലാഹു തആല ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും തൃപ്തിപ്പെട്ട ഒരു വ്യക്തിത്വമാണ്, അല്ലേ? അതുകൊണ്ട് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശ നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്കത് വലിയൊരു സ്ഥാനാണ്, പരിഗണനയാണ്. നബിന്റെ ശഫാഅത്ത് എനിക്ക് ആവശ്യമില്ല, ഞാൻ അല്ലാതെ തന്നെ സിറാത്ത് മുസ്തഖീമാണ് കടന്നു പോകും എന്ന് പറയാൻ മാത്രമുള്ള ഈമാനും അഹംഭാവൊന്നും സ്വഹാബത്തിന് പോലും ഉണ്ടായിട്ടില്ല, അല്ലേ? ഇനിയിപ്പോ നമുക്ക് എന്തായാലും ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് കിട്ടാനും കൂടി ആ നിയ്യത്തിൽ നമ്മൾ ചെല്ലണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ല, അത് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്.
അത് വേറെ ഹദീസുകളിൽ വന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇൻഷാ അല്ലാഹ് വേണമെങ്കിൽ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം. അപ്പോ അതെന്ത് ചെയ്യാ, നമ്മൾ പ്രാർത്ഥിക്കുക. റദീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന ആ പ്രാർത്ഥനയും നമ്മൾ എന്ത് ചെയ്യണം, നമ്മള് പഠിക്കണം. അതും കൂടെ നമ്മള് ആ ജവാബിൽ അതിന്റെ ദുആകളിൽ ഉൾപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി ഇഖാമത്ത് ചൊല്ലുമ്പോൾ അതിന്റെ കൂടെ അത് പറയേണ്ടതുണ്ടോ, അതൊരു സംശയമാണ്. ബാങ്കിന് ജവാബ് പറയുന്ന പോലെ ഇഖാമത്തിന് ജവാബ് പറയേണ്ടതുണ്ടോ എന്നാണ്. അത് സുന്നത്തായി സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. ഇനി അദ്ഖാമത്ത് സ്വലാത്ത് അദ്ഖാമത്ത് സ്വലാ എന്ന് പറയുമ്പോൾ അഖാമല്ലാഹു അദാമഹ എന്ന് പണ്ട് പറഞ്ഞിരുന്നു പല ആൾക്കാരും. അതൊന്നും പറയാൻ പാടില്ല, അതിലൊന്നും എന്തില്ല, പ്രബലമായ തെളിവൊന്നുമില്ല. അബൂദാവൂദ് ഉദ്ധരിച്ചൊരു ഹദീസ് ഉണ്ട്. എന്നാൽ ആ ഹദീസ് റിപ്പോർട്ട് ചെയ്ത അദ്ദേഹം തന്നെ പറയുന്നത് വഹുവ ഹദീസുൻ ളഈഫ്. ഈ ഹദീസ് എന്താണ്, ളഈഫായിട്ടാണ് എന്ന് പറയുന്നുണ്ട്. നമ്മൾ സുബ്ഹിയുടെ ബാങ്കിൽ അസ്സലാത്തു ഖൈറു മിനൻ നൗം എന്ന് പറയുമ്പോ നമ്മൾ പറയേണ്ടതും അസ്സലാത്തു ഖൈറു മിനൻ നൗം എന്ന് തന്നെയല്ല. അതായത് സ്വദഖ്ത വബരിർത എന്ന് ലഫ്ള് ഒരിക്കലും പറയേണ്ടതില്ല. ഒരു ളഈഫായ ഹദീസ് പോലും ആ വിഷയത്തിൽ വന്നിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് പിന്നെ ഇത് കെട്ടിയുണ്ടാക്കിയ ഹദീസാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞില്ല. അസ്ലലഹു വലാകിൻ മൻ ഖാല യഅരിഫഹു, അങ്ങനെ പറയണമെന്നതിന് ഒരു അടിസ്ഥാനവുമില്ല. ഇതാര് പറഞ്ഞു എന്ന് പോലും അറിയില്ല. ഹദീസ് പണ്ഡിതന്മാർ വാക്കാണ്. മഗ്രിബിന്റെ ബാങ്ക്, ആ ബാങ്ക് പിന്നെ പ്രാർത്ഥനയില് നമ്മളെ ഈ 313 വക എന്ന് പറഞ്ഞിട്ടുള്ള കിതാബിലൊക്കെ സമസ്തക്കാർ ഏതൊക്കെയോ പഠിച്ചു വെച്ചിട്ട് എന്ത് ചെയ്യാറുണ്ട്, പല നിലക്കുള്ള പ്രാർത്ഥനകളൊക്കെ ചെല്ലാറുണ്ട്. അപ്പൊ ഇതൊക്കെ ചില ആളുകള് കേട്ടിട്ട് ഇതൊക്കെ ഉണ്ടോ ഇല്ല എന്നുള്ള സംശയം. അങ്ങനത്തെ ഒന്നുമില്ല. ആകെ ഹദീസിൽ വന്നത് നമ്മൾ വ്യക്തമായി പറഞ്ഞു. എന്ത് ചെയ്യണം, ബാങ്ക് കൊടുത്താൽ അത് കഴിഞ്ഞാൽ സ്വലാത്ത് ചെല്ലുക, വസീലത്ത് ഫദീലത്ത് ചോദിക്കുക, പിന്നീട് ഈ പ്രാർത്ഥനകൾ കഴിയുന്നത് വർദ്ധിപ്പിക്കാൻ കഴിയുന്നവർ അതും എന്ത് ചെയ്യുക എന്നുള്ളതാണ്. ഈ നമ്മുടെ നാട്ടിൽ പല തരത്തിലുള്ള ബാങ്കുകൾ കാണാൻ പറ്റും. ഹജ്ജിന് പോകുമ്പോ അതിർത്തി കിടക്കുമ്പോ ബാങ്ക് കൊടുക്കുക, അത് പണ്ടുണ്ടായിരുന്നു, ഇപ്പോഴുണ്ടോന്ന് അറിയില്ല. ഫത്തുൽ മുഈൻ പോലെയുള്ള കിതാബുകളിലൊക്കെ പറഞ്ഞു പെരക്ക് തീ പിടിച്ചു കഴിഞ്ഞാൽ ബാങ്ക് കൊടുക്കണം. പെരക്ക് തീ പിടിച്ചാല് ഫയർഫോഴ്സ് കൊണ്ടുവരിക, അല്ലെങ്കിൽ വെള്ളം കൊണ്ടുവന്ന് നനച്ച് കെടുത്തല്ലാതെ അവിടെ ബാങ്ക് കൊടുത്തിട്ട് എന്ത് കാര്യമുള്ളത്? അപ്പൊ പറയാത്തിടത്ത് വലിയ പുണ്യം കൽപ്പിച്ചുകൊണ്ട് സുന്നത്തിൽ സ്ഥിരപ്പെട്ടതാണെന്ന് വിചാരിച്ച് ചെയ്യാൻ പാടില്ല, ബിദ്അത്തായി പോകും. ദേഷ്യം വന്നവന്റെ ചെവിയിൽ ബാങ്ക് കൊടുക്കുക, അതൊക്കെ കിതാബിൽ. ദേഷ്യം വന്ന ഒരാളെ ചെവിയിൽ പോയി കണ്ട് പിന്നെയും നമ്മൾ ഒച്ചട്ടാല് ഒന്നും കൂടി ഇങ്ങോട്ട് കിട്ടുന്നല്ലാതെ ബാങ്ക് കൊടുത്താൽ എങ്ങനെ വേണ്ട ദേഷ്യം പോവുക. അപ്പൊ ബാങ്ക് കൊടുത്താൽ കീവായിട്ടുകൊണ്ട് പിശാച് ഓടുന്നു പറയുന്നത്. ദേഷ്യത്തിനെ പിശാചിലേക്ക് ചേർത്തി പറയാറുണ്ട്. അൽ ഖളബു മിനശ് ശൈത്താൻ, കോപം അത് പിശാചിൽ നിന്നാണ്. അപ്പൊ ഓന്റെ കാതിനുള്ളിൽ തലച്ചോറിനുള്ളിൽ ശൈത്താനുണ്ടെങ്കിൽ ബാങ്കാണ് കേട്ടാ ഓന് പാഞ്ഞോട്ടെന്നുള്ള നിൽക്കുക. ആരും അങ്ങനെ പറഞ്ഞുണ്ടാക്കിയതല്ലാതെ ഹദീസിൽ എന്തില്ല, അതിന് പ്രത്യേകിച്ച് പ്രബലമായ റിപ്പോർട്ടുകളൊന്നും വന്നിട്ടില്ലാത്തത് കൊണ്ട് അത്തരത്തിലുള്ള സുന്നത്തിൽ സ്ഥിരപ്പെടാത്ത ബാങ്കുകളൊന്നും നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് നമ്മൾ പ്രത്യേകം എന്ത് ചെയ്യണം, മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് നമസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് മനസ്സിലാക്കേണ്ട കുറെ കാര്യങ്ങൾ ഉണ്ട്. അത് നമ്മുടെ അടുത്ത നമ്മളെ ഫഖീഹ് ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് ഞാൻ ഉദ്ധരിക്കും. ഇന്ന് നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ളവ നേരത്തെ നമ്മൾ പറഞ്ഞ നമ്മുടെ ഈ ഇളവുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ കൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ഒന്ന്, നമസ്കാരത്തിന്റെ വസ്ത്രധാരണ. അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് നമ്മൾ നമസ്കരിക്കാൻ വേണ്ടി പ്രവേശിക്കുമ്പോൾ വസ്ത്രത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ പല ആളുകളും അത് ശ്രദ്ധിക്കാറില്ല. നിങ്ങൾ ശ്രദ്ധിക്കാറില്ല എന്നല്ല, നമ്മുടെ നാട്ടിൽ പല ആളുകളും അത് ശ്രദ്ധിക്കാറില്ല. ഒന്ന്, അല്ലാഹു തആല പറഞ്ഞത് യാ ബനി ആദമ ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ യവാരി സൗആതികും വരീഷ വലിബാസു തഖ്വ ദാലിക ഖൈർ. ആദമിന്റെ സന്തതികളെ, നിങ്ങൾ തഖ്വയുടെ വസ്ത്രം ധരിക്കണം.
പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞു ഖുദൂ സീനത്തക്കും ഇൻദ കുല്ലി മസ്ജിദ്. അല്ലാഹുവിന്റെ ഭവനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങളെ വസ്ത്രത്തിൽ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കണം. ചില ആൾക്കാർ കള്ളിത്തുണിയെടുത്ത് പള്ളിക്ക് വരും, പുള്ളിത്തുണിയെടുത്ത് കള്ളിക്ക് വരും. പാടില്ല. അതും ജമാഅത്തിന് ഭയങ്കര കുറ്റാണ്. ഒരു ക്ലാസ് കേൾക്കാൻ വേണ്ടി വന്ന് തിരിച്ചു പോണ മാതിരി അല്ലാതെ നമസ്കാരത്തിന് വേണ്ടി ഫർളായ നമസ്കാരത്തിനും ജുമുഅ എന്ന മഹത്തായ ഈദിനും ഇബാദത്തിനും വരുമ്പോൾ നമ്മള് ഉള്ളതിൽ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കണം. വെള്ള വസ്ത്രമാണ് പ്രധാനമായ ഹദീസിൽ വന്നിട്ടുള്ളത്. നിങ്ങൾ വെള്ള വസ്ത്രം ധരിക്കുക. മരിക്കുമ്പോ അതിൽ നിങ്ങൾ മറയ്യ. മരിക്കുമ്പോ നമ്മൾ ആ സുന്നത്തിൽ നിൽക്കും. മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ആ സുന്നത്തിൽ നിൽക്കും. കാരണം വെള്ള വസ്ത്രത്തിൽ നമ്മൾ പോതിയ. അല്ലാത്ത സമയത്തോ വെള്ള വസ്ത്രം ആക്കാൻ ശ്രമിക്കുക, നിർബന്ധമല്ല. എന്നാ പുള്ളി കുപ്പായ ഇട്ടെന്നുള്ളോ പാന്റ് ഇട്ടെന്നുള്ളതുകൊണ്ടോ അല്ലെങ്കിൽ കള്ളി ഷർട്ട് ഇട്ടെന്നുള്ളതുകൊണ്ടോ ഒന്നും പ്രശ്നമല്ല. പക്ഷേ പള്ളിയിലേക്ക് നമസ്കരിക്കാൻ വരുമ്പോൾ സീനത്തക്കും ഇൻദ കുല്ലി മസ്ജിദ്, അള്ളാന്റെ ഭവനത്തിലേക്ക് നിങ്ങൾ നല്ല വസ്ത്രം ധരിച്ച് വരണം. അപ്പൊ ബെഡ്റൂമില് തലേന്ന് രാത്രി നമ്മൾ എടുത്ത പുള്ളിത്തുണി അത് അച്ചേൽക്ക് ഒതിർത്ത് കണ്ട് പാഞ്ഞിരാൻ പറ്റൂല. അത് അഴിച്ചിട്ട് നല്ല വസ്ത്രം തന്നെ നമ്മൾ ധരിക്കണം. നമ്മൾ ഉപയോഗിക്കുന്ന പുറത്തേക്ക് ഇറങ്ങുമ്പോ, നമ്മൾ ഓഫീസിൽ പോകുമ്പോ, കുടുംബത്തിൽ പോകുമ്പോ, ഒരു യാത്ര പോകുമ്പോ നമ്മൾ ആ പോലത്തെ മുസ്ലിം വസ്ത്രം ഇടുവോ? ഭംഗിയില്ലാത്ത ഏതെങ്കിലും പുള്ളിത്തുണി കള്ളിത്തുണിട്ട് പോകുമോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് അത് ഭംഗിയാക്കുമെങ്കിൽ യജമാനായ ഉടമസ്ഥനായ ആകാശമുകൾ റബ്ബായ അള്ളാന്റെ മുമ്പിലേക്കാണ്, ഏറ്റവും വലിയ കമ്പനിയുടെ ബോസിന്റെ മുമ്പ് നമ്മൾ പോണത്, അല്ലെ? നമ്മൾ സൃഷ്ടിച്ച റബ്ബിന്റെ മുമ്പ് പോകും. അപ്പൊ നമ്മള് നന്നാക്കണം എന്ന് പ്രത്യേകം എന്ത് ചെയ്യാണ് ആ വിഷയത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോ അതേപോലെ തന്നെ ഔറത്ത് നമുക്കൊക്കെ അറിയാം, അത് പൂർണ്ണമായും മറയുന്ന രൂപത്തിലുള്ള വസ്ത്രങ്ങൾ തന്നെയാകണം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളുടെ വസ്ത്രം എന്ന് പറയുന്നത് മുട്ട് മുതൽ പൊക്കിൾ വരെയല്ല, മറിച്ച് അല്ലെങ്കിൽ നെരിയാണി വരെയല്ല, മറിച്ച് അവരുടെ വസ്ത്രം എന്ന് പറയുന്നത് പൂർണ്ണമായും കാൽപാദം മറയുന്ന രൂപത്തിലാകണം എന്നാണ്. നോക്കൂ നിങ്ങൾ, മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ നിസ്കാരത്തിൽ സ്ത്രീ മറക്കണമെന്ന് പണ്ടേ നമ്മള് പഠിച്ച കാര്യമാണ്. നമ്മൾ സഹോദരിമാർ മനസ്സിലാക്കണം. മുഹമ്മദ് ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ മുഹമ്മദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മഅമർ എന്ന സ്വഹാബിയുടെ അരികിലൂടെ നടന്നുപോയി. ആ സമയത്ത് എന്താണ് അദ്ദേഹത്തിന്റെ പിന്നെ കാൽത്തുട അത് കാണാനിടയായി. കാൽത്തുട അത് വെളിവിൽ കണ്ടു. ഫഖാല യാ മഅമർ, ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മഅമർ അതിഫ് ഇലൈക ഫഇന്നൽ ഫഖദൈനി ഔറ, കാൽത്തുട ഔറത്താണ്. അപ്പൊ നിര്യാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കണം, പുരുഷന്റെ നിയമം. എന്നാൽ മുട്ടിന് മുകളിൽ വസ്ത്രം ഉയർന്ന് കാൽത്തുട കാണുന്ന രൂപത്തിൽ തുണി തലമാടാൻ പറ്റൂല എന്നർത്ഥം. അപ്പൊ തുണി തലമാടി അങ്ങാടി കൂടെ നടക്കുന്ന ആൾക്കാരുണ്ട്. തുണി തലമാടിയിട്ടൊക്കെ പുറത്തേക്ക് ഇറങ്ങും. കാൽത്തുട ഔറത്താണ്. കാൽത്തുട നിങ്ങൾ മറച്ചു വെക്കുക, അത് നിങ്ങളുടെ ഔറത്താണ് എന്ന് മറ്റൊരു ഹദീസിലും കാണാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. ഇനി സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം عائشة رضي الله عنها قال رسول الله صلى الله عليه وسلم لا يقبل الله صلاة جاهل من حائل إلا بحماري. നമ്മൾ സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. لا يقبل الله الصلاة, അല്ലാഹു തആല ഒരു സഹോദരിയുടെ, ഒരു പെണ്ണിന്റെ നിസ്കാരം സ്വീകരിക്കില്ല. അല്ലാഹു അതിലേക്ക് നോക്കൂല. ഇല്ലാ ബിഹിമാരി, പ്രായപൂർത്തിയായ പെണ്ണിന്റെ നമസ്കാരത്തിൽ അവൾ ശിരോവസ്ത്രം അണിയുന്നത് വരെ. അപ്പൊ ശിരോവസ്ത്രം എന്താ? മഫ്ത, മാറുമറയുന്ന, തലമറയുന്ന പൂർണ്ണമായ മഫ്ത, അത് ധരിക്കാത്തവളുടെ നമസ്കാരത്തിലേക്ക് അല്ലാഹു നോക്കൂല എന്ന്. മറ്റൊരു ഹദീസിൽ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, നബിയെ, ഒരു പെണ്ണിന് നീളൻ കുപ്പായവും ഒരു മഫ്തയും എടുത്ത് നമസ്കരിക്കുന്നു, അവളുടെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കുമോ? ഒരു നീളൻ കുപ്പായം എന്ന പർദ, അതേപോലെ തന്നെ മഫ്തയുണ്ട്, എന്നാൽ തലയും മാറും മറയുന്ന വസ്ത്രമുണ്ട്.
അത് ഇട്ട് അവള് നിസ്കരിച്ചാൽ അള്ളാഹു തആല സ്വീകരിക്കുമോ എന്ന് ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറഞ്ഞു, അവളുടെ കാൽപാദം വരെ അത് മറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വീകരിക്കും. അപ്പോ നമ്മളെ സഹോദരിമാര് കാൽപാദം കാണുന്ന തരത്തിലുള്ള പർദ്ദ, ഇപ്പം പല പർദ്ദകളും അങ്ങനെയാണ്, കാൽപാദം കാണും. അപ്പൊ എന്ത് ചെയ്യണം? ഷോക്സ് ഇടണം. ഷോക്സിലാണെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ പുരുഷന് നിര്യാണിന്റെ താഴത്തേക്ക് ഇറങ്ങിയാ നരകം. സ്ത്രീക്കോ കാൽപാദത്തിന്റെ മുകളിലേക്ക് ഉയർന്നാൽ നമസ്കാരം സ്വീകരിക്കൂല, കുറ്റകരമാണ്. അപ്പൊ അതുകൊണ്ട് അവളെന്ത് ചെയ്യണം? കാൽപാദം മറക്കണം. അപ്പൊ സ്ത്രീയുടെ കാൽപാദം ഔറത്താണ്, നിസ്കാരത്തിൽ ഔറത്താണ്, പുറത്തു പോകുമ്പോൾ ഔറത്താണ്. പക്ഷെ എത്ര സ്ത്രീകള് കാൽപാദം മറക്കുന്നുണ്ട്? കയ്യും മുഖമൊക്കെ അവിടെ കണ്ട് കാൽപാദം എത്ര ആൾക്കാർ മറക്കുന്നുണ്ട്? നമ്മളെ ഭാര്യമാരെ മറക്കുന്നുണ്ടോ? ഇല്ല. ഞാൻ എന്നോട് ചോദിക്കും, നിങ്ങളുടെ ഭാര്യമാരെ മക്കളെ പറ്റി ചോദിച്ചാൽ മതി. നമ്മളൊക്കെ അതില് ദുർബലരായി പോകുന്ന അവസ്ഥ വരാണ്. അള്ളാഹു നമ്മളെ ഭാര്യമാർക്കും പ്രായപൂർത്തിയായ പെൺമക്കൾക്കൊക്കെ അതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ തൗഫീഖ് അള്ളാഹു നൽകുമാറാകട്ടെ. അപ്പൊ നിസ്കാരത്തിൽ പ്രത്യേകിച്ച് മുഖം മുൻകൈ ഒഴിച്ച് കാൽപാദം മറക്കണം, തല മറക്കണം, മാറ് മറക്കണം എന്ന് വ്യക്തമാണ്. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാലോ, ഇനി അത് ഭൂമി വരെ മുട്ടയല്ല, ഒരല്പം താഴേക്ക് അത് തൂങ്ങി നിന്നോട്ടെ എന്നാണ്. അപ്പോ ഒരു സഹാബ അവനെ ചോദിക്കുന്നുണ്ട്, റസൂലേ, ഞങ്ങള് പിന്നെ അങ്ങനെ എന്താണ് വസ്ത്രം താഴേക്ക് മുട്ടി നടന്നാൽ ആ ഭൂമിയിലൂടെ അത് വസ്ത്രം നടക്കുമ്പോ അത് നജസ്സാവൂലേ എന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ അല്ലാഹു തആല ആ താഹിറത്തായ മണ്ണിലൂടെ അതിനെ ശുദ്ധീകരിക്കും. അതുകൊണ്ട് നിങ്ങളതൊരു മുഴം താഴെ തൂക്കിയിട്ടോളൂ എന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നിലത്ത് മുട്ടി നിൽക്കുന്ന രൂപത്തിൽ തന്നെ ആകണം, ഇല്ലെങ്കിൽ ശ്വാസം സ്ഥിരം ഉപയോഗിക്കണം. അത്രേ ഉള്ളൂ. അപ്പൊ ആ കാര്യം നമ്മുടെ സഹോദരിമാരെന്ത് ചെയ്യണം? പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ നിര്യാണിക്ക് താഴെ തുണിയും പാന്റും ഇറക്കുന്നവർ, അത് വളരെ നല്ലോണം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിസ്കാരത്തിൽ മാത്രമല്ല, പുറത്ത്. കാരണം ലാ യൻദുറുല്ലാഹ യൗമൽ ഖിയാമത്തി ഇല്ലാ മൻ ജറ ഇസാറഹു ബത്റ, മുത്തഫഖുൻ അലൈഹി. ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. ലാ യൻദുറുല്ലാഹു യൗമൽ ഖിയാമ, മഹ്ശറിൽ അല്ലാഹു തആല നോക്കൂല ആരെ? ഇലാ മൻ ജറ ഇസാറഹു ബത്റ, നിര്യാണിക്ക് താഴെ വസ്ത്രം ഇറക്കിയ അഹംഭാവിയെ, അഹങ്കാരിയെ. വസ്ത്രം നിര്യാണിക്ക് താഴെ താഴ്ത്തൽ അഹങ്കാരമാണ്. നിലത്ത് മുട്ടുക എന്ന് നമ്മളെ പറഞ്ഞിട്ടില്ല. ഇനി നോക്കൂ നിങ്ങൾ, മറ്റൊരു ഹദീസ് റസൂലുള്ളാഹി പറയുന്നുണ്ട്, അൽ ഇസാറുൽ മുഅ്മിനു ഇലാ അൻസാഫി സാഖൈൻ, മുഅ്മിന്റെ വസ്ത്രത്തിന്റെ അളവ് കണങ്കാലിന്റെ മധ്യം വരെയാണ്. എന്നാൽ നിര്യാണിക്ക് മുകളിലും മുട്ടിന് താഴെയും അവസാനിക്കുന്ന ആ ബർമുള ടൈപ്പ് അത്രയാണ്. ഇനി ഒരാൾക്ക് താഴ്ത്തിയാണെങ്കിൽ നിര്യാണിന്റെ തൊട്ട് മുമ്പ് വരെ താഴ്ത്താം, അതിനപ്പുറത്തേക്ക് താഴ്ത്താൻ പാടില്ല എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വസ്ത്രം ചിലപ്പോഴൊക്കെ നിര്യാണിയുടെ താഴേക്ക് വരാറുണ്ട് എന്ന് ചിലൊക്കെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. എവിടെയാണ് അളവുള്ളതെങ്കിൽ അത് വേഗം പഠിച്ചേക്കും. കാരണം എന്താ, നമ്മളാ ഈ അളവ് ചെയ്യുന്നവരാണ്. അത് മനഃപൂർവ്വം ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന ആളുകളുടെ ഇളവിനെ നമ്മൾ സ്വീകരിക്കുന്നത്. അത് കള്ളത്തരല്ല. അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ടോ സ്വാഭാവികമായ സംഭവിക്കുന്ന കാര്യം പോലെയാണോ സ്ഥിരമായിട്ട് പിന്നെ ഒരാൾ ചെയ്യാന്നുള്ളത്? അല്ല, അത് മനഃപൂർവ്വമാണ്. മറ്റത് ബോധപൂർവമല്ല. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ നോമ്പൊക്കെയുള്ള കാലത്ത് ഈ സൽവാറിന്റെ ഈ ഇട്ട പാന്റിന്റെ കയറൊക്കെ ചിലപ്പോ അത് കെട്ടിയാലും അങ്ങനെ കൊഴിഞ്ഞാലും. കാരണം എന്താ, അത്ര വയറും കൂടെക്കണ്ട് ഭക്ഷണം ഇല്ലാത്തതുകൊണ്ട് പച്ച മെലിഞ്ഞു പോകുമ്പോ അറിയാതെ ചെയ്യും അത് കുഴഞ്ഞു പോകാറുണ്ട്. അതിനെ പറ്റി അബൂബക്കർ റളിയല്ലാഹു അൻഹു പേടിയോടുകൂടി ചോദിച്ചു, നബിയെ, മൻ സറ സൗബഹു ഹിലാൽ, അഹങ്കാരത്തോട് വസ്ത്രം നിലത്ത് വെക്കുന്നവനെ ലാ യൻദുറുല്ലാഹ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാൾ അല്ലാഹു നോക്കൂലാന്നുണ്ടല്ലോ. അപ്പൊ ഫഖാല അബൂബക്കർ യാ റസൂലല്ലാഹ്, അബൂബക്കർ റളിയല്ലാഹു ചോദിച്ചു, ഇസാരി ഇസ്തഖി ഇല്ലാ അൻ തആഹദു, അഥവാ എന്റെ വസ്ത്രം നിര്യാണിക്ക് താഴെ ചില സമയത്ത് അറിയാതെ തൂങ്ങാറുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്താ പറഞ്ഞത്? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നക ലൈസ മിമ്മൻ യഫ്അലുഹു ഖുയലാ,
താങ്കൾക്ക് അത് അഹങ്കാരത്തോടു കൂടി അല്ലല്ലോ താങ്കൾ ചെയ്യുന്നത്. ഇതാണ് ബോധപൂർവ്വം അല്ലല്ലോ ചെയ്യുന്നത്. അറിവില്ല, ചില സമയത്ത് ശ്രദ്ധയില്ലാത്ത സമയത്ത്, അല്ലെങ്കിൽ ഇങ്ങനെ ഈ പറഞ്ഞ രൂപത്തിൽ ഉള്ള നോമ്പൊക്കെ നോറ്റ് പറ്റ കുറഞ്ഞ സമയത്ത് കയർ ലൂസായിട്ടൊക്കെ സംഭവിക്കണല്ലേ, അതിന് കുറ്റമില്ല. അപ്പൊ അങ്ങനെ വല്ലതും ഓർമ്മയില്ലാത്ത സമയത്ത് നമ്മൾ താങ്ങിച്ചു കുഴപ്പമില്ല. പക്ഷെ സ്ഥിരമായിട്ട് താഴ്ത്തി അതൊരു ചര്യയാക്കി, കാരണം നിര്യാണ മോത്ത് മേലെ കയറുകയാണ്, ഓനക്ക് എന്തോ ഒരു ചൊറിച്ചിലാണ്. അതാണ് താഴത്തേക്ക് മുട്ടിയെങ്കിൽ തന്നെ ഓനക്കൊരു ഫൗറും അന്തസ്സും കിട്ടുള്ളൂ. എങ്കിൽ അള്ളാഹു ഖിയാമത്ത് നാൾ അവനെ നോക്കൂല. ഇന്ന ഹാദിഹി സിയാബു കുഫാരി ഫലാ തൽബിസഹാ. ഇമാം മുസ്ലിം. കുഫാറുകളോട് സാദൃശ്യമുള്ള വേഷം നിങ്ങൾ ധരിക്കാൻ പാടില്ല എന്ന് വ്യക്തമായി കൊണ്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ പറഞ്ഞിട്ടുണ്ട്. കുഫാറുകളോട് സാദൃശ്യമുള്ള വസ്ത്രം ധരിക്കാൻ പാടില്ല. എന്നാൽ ഈ ചന്താമര, നമ്മളെ അറബിയിൽ അതിന് പറയല എന്താ വെച്ചാൽ, പിന്നെ ഹദീസ് വന്നിട്ടുണ്ട്. അഥവാ ചന്താമരയുടെ കളർ, നമ്മളെ ഈ ബിജെപിക്കാരെ കൊടിന്റെ ഒക്കെ കളർ ഉണ്ടല്ലോ, അത് അമുസ്ലിങ്ങളുടെ കുഫാറുകളുടെ വസ്ത്രമാണ്. അത് നമ്മൾ എടുക്കാൻ പാടില്ല. എത്ര ആൾക്കാർക്കുണ്ട് അങ്ങനത്തെ തുണി? ആ തുണി നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അത് പുറത്തിറങ്ങുമ്പോൾ ഒരു നിലക്കും നമ്മൾ പാടില്ല. വീട്ടിലായാലും അത് കുഫാറുകളോട് സാദൃശ്യമുള്ള വസ്ത്രമായതുകൊണ്ട് അത്തരത്തിലുള്ള തുണി നമ്മൾ വാങ്ങരുത് എന്ന് പ്രത്യേകം തന്നെ എന്ത് ചെയ്യാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ ഹറാമായ വസ്ത്രവിധാനം പാടില്ല. അതേപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഹദീസിൽ കാണാൻ കഴിയും എന്താണ്, അബൂ ദാവൂദ് ധരിച്ച ഹദീസാണ്. പുരുഷനോട് സാമ്യമുള്ള വസ്ത്രം ധരിക്കുന്ന പെണ്ണിനെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. അപ്പൊ പുരുഷന്റെ വസ്ത്രം, ടീഷർട്ടും നല്ല പാന്റും ഒക്കെ ധരിച്ച് ഇറങ്ങുന്ന പെണ്ണുങ്ങൾ, അത് അള്ളാഹു തആല ശപിച്ചതാണ് എന്ന് പറയുന്നുണ്ട്. അതേപോലെ ആൺവേഷം ധരിക്കുന്ന പെണ്ണിനെയും പെൺവേഷം ധരിക്കുന്ന ആണിനെയും അള്ളാഹു ശപിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ സ്വർണം, പട്ടുവസ്ത്രം, ഇത് പുരുഷൻ എന്താണ്, രണ്ടും ഹറാമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ പ്രവേശിച്ചുകൊണ്ട് ഒരു കയ്യിൽ സ്വർണവും മറ്റൊരു കയ്യിൽ പട്ടുവസ്ത്രം എടുത്തിട്ട് പറഞ്ഞു, ഇന്ന ഹാദൈനി ഹറാമുൻ അലാ ദുഖൂരി ഉമ്മത്തി. എന്റെ ഉമ്മത്തിലെ പുരുഷ പ്രജകൾ. ദഖർ എന്ന് പറഞ്ഞാൽ എന്താ, ദുഖൂർ എന്ന് പറഞ്ഞാൽ എന്താണ്, സ്വത്ത് ഓഹരി വെക്കുന്നിടത്ത് ഖുർആൻ പറയുന്നുണ്ട്, മിസ്ല ഹല്ലി ദുഖർ, അതായത് പ്രസവിച്ചു വീഴുന്ന ആ കുട്ടി ഉണ്ടല്ലോ, ആ കുട്ടിക്ക് വരെ എന്തുണ്ട്, സ്വത്തിൽ അവകാശമുണ്ട്. അവിടെ പറഞ്ഞു അതാണ്. അപ്പം ഈ ചെറിയ കുട്ടിക്ക് വരെ എന്തുണ്ട്, ആൺകുട്ടിയാണെങ്കിൽ സ്വർണം ഹറാമാണ്. പല ആൾക്കാരും പോലും, കാരണം തറവാട്ടിൽ ആദ്യമായിട്ട് ജനിക്കുന്ന കുട്ടി ആൺകുട്ടിയാണെങ്കിൽ ആ കുട്ടിന്റെ മുടിയൽച്ചിലിനും ഓനെ കാണാൻ വരുമ്പോഴും നമ്മുടെ നാട്ടുമാമൂലികൾ, നമുക്ക് ഫിഖ്ഹി മസല കഴിഞ്ഞാല് പറയാൻ പോകുന്ന വിഷയമുണ്ട്, മായാത്ത മാമൂലികൾ, നമുക്കിടയിലുള്ള പരിഷ്കരിച്ച അനാചാരങ്ങൾ നമുക്ക് പറയാം. അപ്പോ പട്ടുവസ്ത്രവും സ്വർണവും പുരുഷന് ഹറാമാണ്. അതുകൊണ്ട് നമ്മളെ ആൺകുട്ടി ജനിച്ചാല് നമ്മളെ നാട്ടിലുള്ളൊരു മാമൂലാണെന്ത്, സ്വർണ്ണം ഇട്ട് കൊടുക്കുക ആൺകുട്ടിയാക്കി, അല്ലേ? അരച്ചെയിന്, കാൽ തണ്ട, കൈച്ചെയിന്, കൗത്തില് മാല, മുടിയൽച്ചില് വരുമ്പോ കുട്ടീന്റെ മേത്ത് ഓരോരുത്തരുടെ തറവാടിത്തത്തിനനുസരിച്ചും സാമ്പത്തിക ശേഷിക്ക് അനുസരിച്ചും അതിന്റെ പവറ് കൂടിയും കുറഞ്ഞും ഒക്കെ നിൽക്കും, അല്ലേ? കടുത്ത ഹറാമാണ്. അതുകൊണ്ട് നമ്മൾ പറയണത്, എന്റെ കുട്ടിക്ക് സ്വർണ്ണം ഇടാൻ വേണ്ടി ആരും കണ്ടു വരണ്ട, അത് ഇട്ടാല് പോയിന്റെ ദിവസം ഞാൻ ഊരിയാണ് ബുക്കും, ഉറപ്പായിട്ട് ബുക്കും. പിന്നെ അമ്മാന്റെ പിന്നെ അത് എന്താണ്, മോതിരം വിറ്റ് ആണെന്ന് ഓടിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. മാരികുട്ടിയാർ കൊടുത്ത് വിറ്റേണ്ട കാര്യമില്ല. ഈ അനാചാരം ചെയ്യാൻ വേണ്ടി വരണ്ട, എന്റെ കുട്ടി ആൺകുട്ടിയാണ്, സ്വർണം തൊടണ്ടാന്ന് പറയും. അപ്പൊ ചില ആൾക്കാർ പറയുന്നത്, അത് പ്രായപൂർത്തി എത്തിയിട്ടില്ലല്ലോ, ഓനക്കിപ്പോ ഹക്കും ബാത്തിലും ഹറാം ഹലാലൊന്നും ബാധകമല്ലല്ലോ എന്നൊരു ദുർന്യായം പറയും. ഞാൻ അങ്ങനത്തെ ആൾക്കാരോട് തിരിച്ചു പറയില്ല. എന്താ പറയുക, ഞങ്ങളൊരു കാര്യം ചെയ്താളി, ഒരു കുപ്പി ബീറോടെ പരി കൊന്നച്ചാളി, കള്ള് ലേശിച്ച് അങ്ങനെ ഒരു 1/2 ടീസ്പൂൺ ഇങ്ങനെ കുട്ടിക്ക് 2 നേരം കൊടുക്കുക. അത് പറ്റൂല. എന്താ, കുട്ടിക്ക് ഹക്കും ബാത്തിലും ഹറാമും പ്രശ്നമൊന്നുമില്ലല്ലോ, ഓന് കുടിച്ചോട്ടെ. അപ്പൊ ഇത് വിട്ടുകൊടുക്കുന്ന ബാപ്പാക്കും പാക്കും ഇത് ബാധകമാണ്, കുട്ടിക്ക് ബാധകമല്ല നോക്കണ്ട. കാരണം ഈ ഹുക്കുമിൽ ആര് പെട്ടോ,
കുട്ടിപ്പെട്ടു. അതായത് ഇന്ന അതിന് ഹറാമുൻ അലാ ദഹൂരി ഉമ്മത്തി എന്ന് പറഞ്ഞാൽ ആ ദഹൂറിൽ ആര് പെട്ടു? പുരുഷ പ്രജ എന്ന് പറഞ്ഞാൽ അത് ജനിച്ചു വീഴുന്ന ആൺകുട്ടി കയ്യിൽ പെട്ടു. അപ്പൊ അതുകൊണ്ട് അത് പാടില്ലാത്ത കാര്യമാണ് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി നമ്മൾ ഖിബലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കുക. അഥവാ നമസ്കാരത്തിന് വേണ്ടി നമ്മൾ തിരിയുന്ന നമ്മുടെ ഖിബലയാണ് പരിശുദ്ധ കഅബാലയം. ഖബറിലെ ചോദ്യോത്തരം നമ്മൾ ഇന്നലെ ഖുതുബയിൽ പറഞ്ഞു. ഇനി ആ ഖുതുബയിൽ എന്ന് പറഞ്ഞു, ചോദ്യം ചെയ്യും, മൻ റബ്ബുക വമാ ദീനുക വമൻ നബിയുക വമൻ ഖിബലതുക എന്ന ചോദ്യം. അപ്പൊ ഈ ഖിബല എന്ന് പറഞ്ഞാൽ ലക്ഷ്യം, തിരിയുന്ന സ്ഥലം എന്നൊക്കെയാണ് അതിന്റെ അറബി പദം. ഖിബല എന്ന് പറഞ്ഞാൽ എന്താണ്? ലക്ഷ്യം, തിരിയുന്ന സ്ഥലം. അപ്പൊ നമസ്കാരത്തിന് വേണ്ടി അല്ലാഹു തആല കൽപ്പിച്ചിടത്തേക്കാണ് തിരിയേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് തിരിയാനാണ് ആഗ്രഹം ഉണ്ടായിരുന്നത്. പക്ഷെ ആദ്യകാലത്ത് 16-17 മാസം സത്യത്തിൽ ബൈത്തുൽ മുഖദ്ദസിലേക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളും ജെറൂസലേമിലെ ബൈത്തുൽ മുഖദ്ദസിലേക്കാണ് ആദ്യകാലത്ത് തിരിഞ്ഞ് നമസ്കരിച്ചിരുന്നത്. കഅബയിലേക്ക് തിരിയാൻ ആഗ്രഹമുണ്ടെങ്കിലും അള്ളാന്റെ കൽപ്പന വന്നിട്ടില്ല. എന്നാൽ രണ്ടാമത്തെ ആയ സൂറത്തുൽ ബഖറ 144-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറയുന്നുണ്ട്, എന്ത്? ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാഇ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർളാഹാ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം വഹൈസുമാ കുൻതും ഫവല്ലു വജൂഹകും ശത്റഹു. ഖുർആൻ പറയുന്നത്, നബിയെ, നിന്റെ മുഖം ആകാശത്തേക്ക് തിരിച്ചുകൊണ്ടിരിക്കുന്നത് നാം കാണുന്നുണ്ട്. എന്നാൽ റസൂലുള്ളാഹിയുടെ മനസ്സിന്റെ ഉള്ളില് കഅബാലയത്തിലേക്കൊന്ന് ഖിബലയായി കിട്ടിയെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നത് നാം കാണുന്നുണ്ട്. അതിനാൽ നിനക്ക് ഇഷ്ടമാകുന്ന ഒരു ഖിബലയിലേക്ക് നാം ഇതാ നിന്നെ തിരിക്കുകയാണ്. ഇനിമേൽ നീ നിന്റെ മുഖത്തെ മസ്ജിദുൽ ഹറമിലേക്ക് തിരിക്കുക എന്ന് പറഞ്ഞ ആയത്ത് ഇറങ്ങിയപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തത്? മുഖത്തെ തിരിച്ചത്. തോന്നുന്നുണ്ട്, അദ്ദേഹം പറയാണ്, സല്ലൈനാ മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 9 അശ്ഹുരിൻ ഔ 17. ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം മദീനയിൽ 16 മാസമോ അല്ല 17 മാസമോ ഞങ്ങൾ നമസ്കരിച്ചിരുന്നത് നഹ്വിയ ബൈത്തുൽ മുഖദ്ദസ്. ഞങ്ങൾ ബൈത്തുൽ മുഖദ്ദസിലേക്കാണ് തിരിഞ്ഞിരുന്നത്. സുമ്മ സുരിഫ്നാ നഹ്വിയൽ കഅബ. പിന്നീടാണ് വഹി വന്നതിന് ശേഷം, ഈ ആയത്തിറങ്ങിയതിനു ശേഷമാണ് ഞങ്ങൾ കഅബാലയത്തിലേക്ക് മുഖത്തെ തിരിച്ചത് എന്ന് കാണാൻ കഴിയും. അപ്പോ അത് സുബഹി നമസ്കാരം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ളുഹ്ർ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഈ ആയത്ത് അവതരിപ്പിച്ചത് എന്നും ആ സന്ദർഭത്തിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ശരീരം പെട്ടെന്ന് തിരിച്ചു. സഹാബികൾ മുഴുവനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിമുഖീകരിച്ചുകൊണ്ട് അങ്ങനെ തിരിക്കുകയും ചെയ്തു എന്ന് കാണാൻ കഴിയും. ഇനി കഅബയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഖിബലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാം അഭിമുഖീകരിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. അതായത് നമ്മളിപ്പോ യാത്രയെ സംബന്ധിച്ച് പറഞ്ഞ പോലെ തന്നെ പിന്നെ കറക്റ്റ് ഖിബലയിലേക്ക് തന്നെ തിരിയണം. പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഖിബലയിലേക്ക് തന്നെ തിരിയണോ, അല്ല പടിഞ്ഞാറ് ആയാ മതിയോ പിന്നെ എന്ന് ചോദിക്കും. അപ്പൊ കഅബ കാണുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ എന്ത് ചെയ്യണം? കറക്റ്റ് അതിലേക്ക് തന്നെ തിരിയണം. എന്നാൽ അല്ലാത്ത ആളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഡയറക്ഷൻ നമുക്കറിയാം. വീടുണ്ടാക്കുമ്പോ എഞ്ചിനീയർമാര്, മുസ്ലിം എഞ്ചിനീയർമാരാണെങ്കിൽ അവർ കൃത്യമായിട്ട് എന്ത് ചെയ്യും? അത് പ്ലാൻ ചെയ്ത് തരും. അല്ലെങ്കിൽ നമ്മൾ ആളെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ആളുകളെ വെച്ചിട്ട് എന്ത് ചെയ്യണം? നമ്മളെ വീടിനായാലും ശരി പള്ളിക്കായാലും ശരി കറക്റ്റ് ഖിബല മാറി നമ്മൾ നോക്കുക. അനുസരിച്ചാണ് ഇപ്പൊ പള്ളി അത് ഉണ്ടാകുക. പക്ഷെ പല ആളുകളും വീടുണ്ടാക്കണ അങ്ങനെ ആവൂല. അതുകൊണ്ട് തന്നെ പല വീട്ടിലും നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോഴൊക്കെ ചില റൂമിലൊക്കെ വല്ല ഏങ്കോളിച്ച് നിൽക്കും. മര്യാദക്ക് സൗകര്യം പോലും ഉണ്ടാവില്ല. എന്നുവെച്ചത് ഉണ്ടാക്കുമ്പോ തന്നെ ഖിബല അനുസരിച്ച് ഉണ്ടാക്കിയാലോ അവിടെ ആ റൂമിൽ മര്യാദക്ക് എല്ലാവർക്കും നിന്ന് നിസ്കരിക്കാൻ പറ്റും. ആ കാര്യം വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോ കറക്റ്റ് കഅബ കാണുകയാണെങ്കിൽ അങ്ങനെ തന്നെ തിരിയണം. ഇല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾ എന്ത് ചെയ്യണം? പിന്നെ നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത് ചെയ്യണം. അല്ലാത്തവർ, ഇനി ഒരാൾ യാത്രയിലായി പോയി, അവിടെയൊക്കെ നമുക്ക് ഈ പ്രശ്നം വരും. യാത്രയിലുള്ള സമയത്ത് ഒരാൾ ഖിബല കണ്ടെത്തിയില്ല, എന്താ ചെയ്യുക? അതിനുള്ള മെഷീൻ സംവിധാനം ഒന്നും ഇല്ലെങ്കിൽ അയാള് അറിയുന്നവരോട് ഖിബല ചോദിക്കുക.
ഇനി അങ്ങനെ ഒരാൾ അറിവില്ല, നമുക്ക് ഏകദേശം ഒരു നേലും നമ്മളെ രൂപം വെച്ച് നമ്മൾ എന്ത് ചെയ്തു, നമ്മള് നിസ്കരിച്ചു, ഒരു ഇജ്തിഹാദ് ചെയ്തുകൊണ്ട് സ്വതം ഒരു ഇജ്തിഹാദ് ചെയ്തിട്ട് നമ്മള് നിസ്കാരം തുടങ്ങി. അപ്പൊ ആ നിസ്കാരം തുടങ്ങിയ സമയത്ത് പെട്ടെന്ന് ഒരാള് നമസ്കരിക്കുന്ന തെറ്റാണ്, ഖിബ്ല ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈത്തുൽ മുഖദ്ദസിൽ നിസ്കാര സമയത്ത് തന്നെ കഅബയിലേക്ക് തിരിഞ്ഞതുപോലെ നമുക്കും അയാൾ പറയുന്നിടത്തേക്ക് എന്ത് ചെയ്യാം, നമസ്കാരം തിരിയാ. അയാൾ ഇമാമായാലും കുഴപ്പമില്ല, മൗലവികൾ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ഒറ്റക്ക് നിസ്കരിക്കാൻ കുഴപ്പമില്ല. അത് നിസ്കാര സമയത്ത് ഒരാളെ പറഞ്ഞാൽ എന്ത് ചെയ്യാം, തിരിയാം എന്നാണ്. ഇനി ഒരാൾ നിസ്കാരം കഴിഞ്ഞു, സലാം വീട്ടിന്റെ ശേഷമാണ് ഒരാൾ വന്നിട്ട് പറഞ്ഞു, അല്ലാ നിങ്ങൾ ഖിബ്ല തെക്കോട്ട് ഞാൻ നിസ്കരിച്ച് പടിഞ്ഞാറ് അവിടെ ഇരുന്നല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, മടക്കി നിസ്കരിക്കേണ്ട ആവശ്യം അവിടെ ഇല്ല. എന്നാൽ നമസ്കാര സമയത്താണ് ഒരാൾ പറഞ്ഞതെങ്കിലോ അത് നമ്മള് ആ സമയത്ത് അവിടേക്ക് തിരിയാം എന്നുള്ളതാണ്. 3 മദ്ഹബിലും പറയുന്നത് മടക്കേണ്ടതില്ല എന്നാണ്. എന്നാൽ ഷാഫി മദ്ഹബ് പറയുന്നതോ അത് സമയം ഉണ്ടെങ്കിൽ അയാൾ രണ്ടാമത് വീണ്ടും ആ ഖിബ്ലയിലേക്ക് തിരിച്ചുകൊണ്ട് നമസ്കരിക്കണം എന്നാണ്. അങ്ങനെ പ്രബലമായ ഒരു ഹദീസിൽ വന്നിട്ടില്ല. കർമ്മശാസ്ത്ര മസലകളിൽ അവര് പറഞ്ഞതാണ്. എന്നാൽ അതിൽ ജുംഹൂറത്തുൽ ഉലമാന്റെ അഭിപ്രായം സലാം വീട്ടിന് ശേഷമാണ് പറയുന്നെങ്കിൽ ആവശ്യമില്ല. അല്ലാത്ത സമയത്താണെങ്കിൽ ഒരാൾ പറഞ്ഞെന്നാൽ നമുക്ക് അങ്ങനെ ചെയ്യാം. പക്ഷെ അതിന് മുമ്പ് നമ്മൾ പരമാവധി ഖിബ്ല അറിയുന്നവരോട് ചോദിക്കണം, വിശ്വസ്തരായ ആളുകളോട് ചോദിക്കണം. അതിനൊന്നും കഴിയില്ലെങ്കിൽ അതിന്റെ സംവിധാനം ഉപയോഗിക്കണം. എന്നിട്ട് നമ്മൾ ഇജ്തിഹാദ് നടത്തിയിട്ട് തെറ്റിയാൽ കുഴപ്പമില്ല എന്ന് പ്രത്യേകം തന്നെ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. ഇനി യുദ്ധസമയങ്ങളിൽ അതേപോലെ തന്നെ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഒക്കെ എങ്ങനെ നിസ്കരിക്കണം? അവിടെ നമ്മൾ ഖിബ്ല നേരെ നോക്കാൻ നമുക്ക് ചിലപ്പോൾ സൗകര്യം ഉണ്ടാവില്ല. ട്രെയിന്, വിമാനം, ബസ് യാത്രകൾ അല്ലെ, നമ്മൾ തന്നെ ചിലപ്പോൾ തിരക്കിട്ട് പോകും. നമ്മളെ ഫാമിലി യാത്രകളിലൊക്കെ വക്ത് കടന്നു പോകും. എന്നാൽ ജമ്മു തഅഖീറും ജമ്മു തഖദീമും ഉണ്ട്. മുന്തിച്ച് ജമ്മാക്കലും പിന്തിച്ച് ജമ്മാക്കലും കസറ നിസ്കരിക്കലൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മളത് അടുത്ത കർമ്മശാസ്ത്ര മസലയിൽ പറയാനുള്ള വിഷയമാണ്. അപ്പൊ അതിലേക്ക് പോണില്ല. അപ്പൊ അതിൽ നമ്മൾ എത്ര ദൂരം യാത്ര താഴ്വാണോ അല്ലെങ്കിൽ കിലോമീറ്റർ എത്ര വേണോ, ഈ വിഷയങ്ങളൊക്കെ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ ഖിബ്ല കറക്റ്റ് ആയിട്ട് നമുക്ക് ഏത് വാഹനത്തിലാണെങ്കിലും അറിയുമെങ്കിൽ നമ്മള് ഇരിക്കാനോ നീച്ച് അവിടെ പോയിട്ട് നമ്മൾ ഇരിക്കണോന്ന് അപ്പുറത്ത് പോയിട്ട് നിസ്കരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഖിബ്ല നോക്കിയിട്ട് എന്ത് ചെയ്യണം, യാത്ര ചെയ്യുമ്പോൾ നിസ്കരിക്കണം. അപ്പൊ അഥവാ ഖിബ്ല നേരെ കിട്ടുന്ന സന്ദർഭം നോക്കുക. അപ്പൊ നമ്മള് കാറിൽ ഇരിക്കുകയാണ്, ബസ്സിൽ ഇരിക്കുകയാണ്, ട്രെയിനിൽ ഇരിക്കുകയാണ്, പുറത്തൊക്കെ ആളാണ്, നീച്ച് പോയാൽ അവിടെ മുസലിട്ട് നിസ്കരിക്കാനുള്ള സൗകര്യമില്ല. അപ്പൊ അയാളെ സംബന്ധിച്ചിടത്തോളം അയാള് ഖിബ്ല നോക്കുക, മൊബൈൽ നോക്കിയിട്ട് അയാൾ ഓടിക്കൊണ്ടിരിക്കുന്ന ദിശയിൽ തന്നെയാണ് ഖിബ്ല എങ്കിൽ കറക്റ്റ് എന്ത് ചെയ്യുക, അയാൾക്ക് വേഗം ഇഖാമത്തെടുത്ത് കൈകെട്ടി അയാൾ ഉറക്കാത്ത കഴിഞ്ഞ് രണ്ടാമത്തെ കാലത്ത് പോകുന്ന ട്രെയിനോ ബസ്സോ വേറെ വഴിക്ക് തിരിഞ്ഞു നോക്കുക. അപ്പൊ ഖിബ്ല മാറിയിട്ടുണ്ടാവും, ഡയറക്ഷൻ മാറിയിട്ടുണ്ടാവും, കുഴപ്പമില്ല. അപ്പൊ കൈകെട്ടുന്ന സമയത്ത് കറക്റ്റ് കിട്ടുമെങ്കിൽ കപ്പലിലായാലും വിമാനത്തിലായാലും നമ്മള് യാത്രയിലായാലും അങ്ങനെ ചെയ്യാം. ഇനി വക്ത് കടന്നു പോകും, നമുക്കൊരിക്കലും കിട്ടൂല എന്ന് തോന്നിയാൽ, ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാള് നാട്ടിലെത്തുമ്പോ മഗ്‌രിബിന്റെ ബാങ്ക് കൊടുക്കും, അയാൾക്ക് അസർ ഖളാ ആയി പോയാലോ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ അവിടെ എന്ത് ചെയ്യണം, ഖിബ്ല ഡയറക്ഷൻ കിട്ടിയാലും ഇല്ലെങ്കിലും വേഗം അയാള് ഖിബ്ല നോക്കാതെ നമസ്കരിക്കുകയും ചെയ്യാം. അതിനും എന്തില്ല, തെറ്റില്ല, അയാൾക്ക് കുറ്റം ഇല്ല. കാരണം അത് പ്രത്യേകം സാഹചര്യങ്ങൾക്കനുസരിച്ചാണ്. അതാണ് ഞാൻ ആമുഖത്തിൽ ഓതിയ ആയത്തിനൊക്കെ വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്, ദീനിൽ നിങ്ങൾക്ക് എന്തില്ല, ഒരു ഭാരം അല്ലാഹു തആല വെച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് പിന്നെ റുകൂഉം സുജൂദും ഒക്കെ എന്ത് ചെയ്യാൻ പറയും, ആംഗ്യം കാണിച്ചാൽ മതി. അവിടൊക്കെ ആംഗ്യത്തിന്റെ ആവശ്യമുള്ളൂ. ചിലപ്പോ ആംഗ്യം പോലും കാണിക്കാൻ കഴിയില്ല, മനസ്സുകൊണ്ട് മാത്രം നിയത്താക്കിയിട്ട് എന്ത് ചെയ്യേണ്ടി വരും. അങ്ങനൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ ഇത്തരത്തിലുള്ള മസാലകളൊക്കെ എന്ത് ചെയ്യാം, പഠിച്ചു വെക്കുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് കർമ്മശാസ്ത്ര മസാലകൾ ശരിക്കും പഠിക്കാനും മനസ്സിലാക്കാനും അതിലൂടെ ലളിതമായ ഭാരമില്ലാത്ത അല്ലാഹു തആല റസൂലുള്ളാഹി നൽകിയ ഇളവുകൾ സ്വീകരിച്ചുകൊണ്ട് ആശ്വാസത്തോടുകൂടി ഇബാദത്ത് ചെയ്യാനുമുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാകട്ടെ. ഒരു കാര്യം കൂടെ ആ വിഷയത്തിൽ ഉൾപ്പെടുത്താനുണ്ട്. അതായത് ഭൂമുഖത്ത് ഏറ്റവും ശ്രേഷ്ഠകരമായ പള്ളികൾ ഏതൊക്കെയാണ്, പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് യാത്ര പോകാൻ അനുവദിച്ച പള്ളികൾ ഏതൊക്കെയാണ്? ഇതിൽ നമുക്കറിയാം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ 3 പള്ളിയിലേക്കല്ലാതെ
യാത്ര പോകാൻ പാടില്ല. യാത്ര പോകാൻ പാടില്ല. ഒന്ന് മസ്ജിദി ഹാദാ, പിന്നെ മസ്ജിദുൽ മദീനത്തെ പള്ളി മസ്ജിദ് നബവി, പിന്നെ പറഞ്ഞു മസ്ജിദുൽ ഹറാം, പിന്നെ പറഞ്ഞു ബൈത്തുൽ മുഖദ്ദസ്. ഇതാണ്. അബൂ ദർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, അയ്യു മസ്ജിദിൻ ഉളിയ ഫിൽ അർളി അവ്വൽ, ഭൂമിയിൽ ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ ഇവിടെ ഖദർ പ്രകാരം അല്ലെങ്കിൽ റബ്ബിന്റെ ആ മശീയത്ത് പ്രകാരം ആദ്യമായി സൃഷ്ടിച്ചിട്ടുള്ള പള്ളി ഏതാണ്? ഖാല അൽ മസ്ജിദുൽ ഹറാം, പരിശുദ്ധ കഅബയാണ് ആദ്യമായി ഭൂമിയിൽ സൃഷ്ടിച്ചത്, അല്ലേ? ആ അറവാണ്. സുമ്മ അയ്യുൽ, പിന്നെ ഏതാണ്? സുമ്മ അൽ മസ്ജിദുൽ അഖ്സ, പിന്നെ മസ്ജിദുൽ അഖ്സയാണ്. കം ബൈനഹുമാ, അവർക്ക് രണ്ടിനുമിടയിൽ എത്ര കാലത്തെ വ്യത്യാസമുണ്ട്, കൊല്ലത്തെ വ്യത്യാസമുണ്ട്? 40 സന, 40 കൊല്ലത്തെ വ്യത്യാസമുണ്ട് എന്നാണ്. അപ്പൊ ഇനി എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊന്ന് കാര്യം, ഇവിടെയുള്ള പുണ്യങ്ങൾ വ്യത്യാസമുണ്ട്. പുണ്യം വ്യത്യാസമുണ്ട്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മസ്ജിദി ഹാദാ, എന്റെ പള്ളിയിൽ നമസ്കരിക്കുന്നത് മറ്റു പള്ളിയിൽ നമസ്കരിക്കുന്നതിനേക്കാൾ എത്രയാണ്? 1000 ഇരട്ടിയാണ് പ്രതിഫലം. അഥവാ മസ്ജിദ് നബവിയിൽ ഒരാള് ഒരു വക്ത് നമസ്കരിച്ചാൽ 1000 വക്ത് നിസ്കരിച്ച കൂലിയാണ്. ഒരു സുന്നത്ത് നിസ്കരിച്ചാൽ 1000 സുന്നത്ത് നിസ്കരിച്ച കൂലിയാണ്. അതേപോലെ തന്നെ പിന്നെ മസ്ജിദുൽ ഹറം അഥവാ പരിശുദ്ധ കഅബാലയത്തിൽ ഒരാൾ നിസ്കരിച്ചാൽ അയാൾക്ക് 1,00,000 വക്ത് നിസ്കരിച്ച കൂലിയാണ്. ഒരു സുന്നത്ത് നിസ്കരിച്ചാൽ 1,00,000 സുന്നത്ത് നിസ്കരിച്ച കൂലിയാണ്. മസ്ജിദ് നബവിയിൽ 1000ആണ്. എന്നാൽ അബീ റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, തീർച്ചയായും ഞങ്ങള് പള്ളികളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ട് ചോദിച്ചു, അയ്യുഹുമ അഫ്ളൽ, അതിൽ ഏറ്റവും അഫ്ളൽ ഏതാണ്? മസ്ജിദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിന്നെ ഔ ബൈത്തുൽ മുഖദ്ദസ്, അതിൽ ഏറ്റവും അഫ്ളലായത് ബൈത്തുൽ മുഖദ്ദസ് ആണ്. അവിടെയുള്ള പ്രതിഫലം എത്രയാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇതിന്റെ 4/1 അഥവാ 250 ആണ് ഇതിന്റെ പ്രതിഫലം. അപ്പൊ 250 വക്ത് നിസ്കരിച്ച കൂലിയാണ് ബൈത്തുൽ മുഖദ്ദസ്. 1000 വക്താണ് മസ്ജിദ് നബവിയിൽ, 1,00,000 മസ്ജിദുൽ ഹറമില് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇൻഷാ അല്ലാഹ് അപ്പോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ വിഷയത്തിൽ ചില കാര്യങ്ങൾ കൂടെ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനിയും നമ്മൾ മനസ്സിലാക്കേണ്ട ധാരാളം കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാവുന്നതാണ്. പള്ളി ശുദ്ധിയോടുകൂടിയും സുഗന്ധം പൂശിക്കൊണ്ടും അത് കാത്തു സൂക്ഷിക്കണമെന്നും അതെങ്ങനെ പരിപാലിക്കണമെന്നും അതേപോലെ പള്ളിയിലേക്ക് പ്രവേശിക്കുന്ന ആളുകൾ പാലിക്കേണ്ട മര്യാദകൾ എന്തൊക്കെയാണ് എന്നും എല്ലാം ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത നമ്മുടെ ദർസിൽ പഠിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി പറയാനും പഠിക്കാനും അമലിൽ കൊണ്ടുവരാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക് വസല്ലല്ലാഹു വസല്ലമ തസ്ലീമൻ കസീറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.